ചെയ്ത എല്ലാ ദൈവദാസന്മാർക്കും വന്ദനം ചൊല്ലുന്നു. നമുക്കൊരല്പനേരം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. നമ്മൾ ദൈവജനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടുന്നത്. നമ്മൾ ശാരീരികമായി ഇവിടെ വന്നിരുന്നാൽ ഒന്നും പ്രാപിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പകർന്നുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ അല്പനേരം ഒന്നായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് മുൻ ചൊന്നതാം വിശുദ്ധന്മാരാൽ അലങ്കൃതമായ തിരുവചനം, നമുക്ക് മുൻ ചൊന്നതാം വിശുദ്ധന്മാരാൽ അലങ്കൃതമായ തിരുവചനം, അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. ഓ, അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. നമുക്ക് മുൻ ചൊന്നതാം വിശുദ്ധന്മാരാൽ അലങ്കൃതമായ തിരുവചനം, യേശുവേ നമുക്കും ചൊന്നതാം അലങ്കൃതമായ തിരുവചനം, അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. ഇന്ന് രാത്രി അങ്ങനെ സംഭവിക്കേണ്ടതിന് അനുദിനം തരുമവൻ പുതുശക്തിയാലോ, അനുഭവിക്കും അതിസന്തോഷത്താൽ. ഓ, ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ. ആമേൻ, ആമേൻ, ആമേൻ. നാവിനാലവനെ നാം ഘോഷിക്കാം. ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ. ഗ്ലോറി. നാവിനാലവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ. നിങ്ങളുടെ വായ്കളെ തുറന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞാട്ട്, എന്റെ പാപങ്ങളെ നീക്കുവാൻ ലോകത്തിൽ വന്ന് എനിക്ക് ജീവനെ തന്ന് എന്നെ വീണ്ടെടുത്ത യേശുവിനെ ആ വായ് കൊണ്ട് പാട്ടുപാടുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ചലിച്ചു തുടങ്ങട്ടെ. നമ്മുടെ വായ്കൾ തുറക്കട്ടെ. നമ്മുടെ ഹൃദയത്തിനകത്തുള്ളൊരു ആത്മീക സന്തോഷം ഇന്ന് രാത്രി വരട്ടെ. സ്തോത്രം, സ്തോത്രം. ദൈവം തന്നെ ജനത്തിന്റെ ആരാധനയിൽ ഇറങ്ങി വരുന്ന ദൈവമാകുന്നത് കൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന വീടുകളിൽ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ ഉപവാസത്തിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവൊന്ന് പരിവർത്തിക്കേണ്ടതിന്, ദൈവത്തിന്റെ കണ്ണ് നിങ്ങളെ ഒന്ന് നോക്കേണ്ടതിന്, നിങ്ങളും അപ്പായും തമ്മിലൊരു കണക്ഷൻ കിട്ടേണ്ടതിന്, ആ ബന്ധത്തിലൂടെ ആത്മാവ് പരിവർത്തിക്കേണ്ടതിന്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിശ്വാസത്തിനൊരു വർധന ഉണ്ടാകേണ്ടതിന്, നിങ്ങളുടെ വ്യക്തിത്വത്തിനൊരു മാറ്റം ഉണ്ടാകേണ്ടതിന്, നിങ്ങൾ സമയം ചെലവഴിക്കുന്നതിനൊരു മാറ്റം ഉണ്ടാകേണ്ടതിന്, കാഴ്ചപ്പാടുകൾക്കൊരു മാറ്റം ഉണ്ടാകേണ്ടതിന്. നമ്മൾ ഇന്ന് ഭൂമിയിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മൾ ഭൗമികരല്ല എന്നും ഒരു നാള് സ്വർഗീയ രാജ്യത്തിൽ നടക്കേണ്ടവരാണെന്നും, ഓ സ്തോത്രം, എന്നുള്ള ചിന്തകളെല്ലാം ഉയരട്ടെ. രോഗശക്തികളോ ക്ഷീണങ്ങളോ ഭാരങ്ങളോ പ്രാർത്ഥിച്ചിട്ട് മറുപടി കാണാത്ത വിഷയങ്ങളെ ഒന്നും നമ്മെ അലട്ടാതെ അല്പനേരം ഒന്ന് വേറിട്ട് ഇരുന്നു കൊണ്ട്, അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർക്ക് പ്രതികൂലം നേരിടുമ്പോൾ അവർ ഒരുമിച്ച് കൂടി വന്ന് സങ്കീർത്തന വചനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവരിരുന്ന സ്ഥലങ്ങൾ കുലുങ്ങിയതായും, ഓ സ്തോത്രം, ചങ്ങലകൾ അടിഞ്ഞു വീണതായും, സ്തോത്രം, അവർക്കെല്ലാം മഹാശക്തി ലഭിച്ചതായും നമ്മൾ ദൈവവചനത്തിൽ കേൾക്കുന്നത് കൊണ്ട് കേവലം ഒരു മെസ്സേജ് കേട്ടിട്ട് പോകാനല്ല വന്നത്. വായ്കളെ തുറന്ന് ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുത്താട്ടെ. ഇരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് മറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. We praise you, we praise you, we praise you. We praise you, we praise you, we praise you. Hallelujah. ഓ, കരകണതാടി പാലയുവോരേ, കരുണയെ കാംക്ഷിക്കും മൃതപ്രായരേ. ഇന്ന് രാത്രി കര കാണാതാടി പാലയുവോരേ,
കരുണയെ കാംക്ഷിക്കും ഹൃദപ്രായരേ, പരികാപൻ ചാരത്തു ബന്ധിതരേ, കരുമാവൻ കൃപമാന ശാന്തിയതും. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മനസ്സിനൊരു ശാന്തി ലഭിക്കേണ്ടതിന്, ഞങ്ങളോട് പോരാടി നിൽക്കുന്ന ശത്രുവിന്റെ പദ്ധതികളുടെ മേൽ ഞങ്ങൾക്കൊരു ജയം ലഭ്യമാകേണ്ടതിന്, ഓ വാരികാവൻ ചാരത്തു ബന്ധിതരേ, കരുമാവൻ കൃപ മനശാന്തിയതും. ഓ ശാരാധന രംദന രാധ രംദന രംദാനേ, ശംദേരേ ദേ രംദന രംദേ രംദന രാധാനേ, ശംദര രാധന പ്രൗഢന രംദര വേദന രംദാനേ, ശംദേ രംദേ രംദന രംദേ രംദന രംദാനേ, ശാരാധാന രംദന രംദ രംദന രംദാനേ, ശംദന രംദേ 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 രംദാരംദാനേ. ഓ ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ രാത്രി ആ ജീവൻ ഞങ്ങളിലേക്കൊന്ന് പരിവർത്തിക്കേണ്ടതിന് അങ്ങ് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ. ഇന്ന് രാത്രി കർത്താവേ, ആ ജീവൻ എഴുതപ്പെട്ട വചനങ്ങൾ എടുത്തു പറയുമ്പോൾ, ഓ സ്തോത്രം, ജീവനില്ലാതെ കിടക്കുന്ന മേഖലകളുടെ മേൽ, ജീവനില്ലാതെ കിടക്കുന്ന കുടുംബങ്ങളുടെ മേൽ, ജീവനില്ലാതെ കിടക്കുന്ന തലമുറകളുടെ മേൽ, ജീവനില്ലാതെ കിടക്കുന്ന കോശങ്ങളുടെ മേൽ, ജീവനില്ലാതെ കിടക്കുന്ന വഴികളുടെ മേൽ, ഓ പ്രാർത്ഥനയെ തടഞ്ഞിട്ടിരിക്കുന്ന പോരുകളുടെ മേൽ ഇന്ന് രാത്രി ഒരു ജീവനായി ഈ പാട്ടും പ്രാർത്ഥനയും പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്നു കൊണ്ട് കേട്ടുകൊണ്ട് ചില ജീവന്റെ സാന്നിധ്യം, കർത്താവേ, ഞങ്ങൾ ശരീരം കൊണ്ട് ദൂരസ്ഥരാണെങ്കിലും ആത്മാവിൽ ഞങ്ങൾ ഒന്നായി ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഓ ഞങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ ചലിക്കേണ്ടുന്ന മേഖലകളെ ചലിപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഭവനങ്ങളിൽ ദൈവപ്രവൃത്തിയായിക്കൊണ്ട് ദൈവിക പദ്ധതികൾ വെളിപ്പെടേണ്ടതിന്, അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിന്, നീതിയുള്ളവരായി ജീവിക്കേണ്ടതിന്, ഈ നഷ്ടപ്പെട്ടു പോകുന്ന ലോകത്തിന്റെ മധ്യത്തിൽ ജ്യോതിസുകളായി ഒന്ന് നീക്കേണ്ടതിന്, ചില ആത്മാക്കളെ നേടേണ്ടതിന്, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പുറത്തെടുക്കേണ്ടതിന് ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ ആ ജീവനെ ഒന്ന് ചലിപ്പിക്കണം. അങ്ങനെ അത് പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് വീണ്ടും പറ. ഓ ആ ശമരിയക്കാരിയായ സ്ത്രീ പറഞ്ഞതുപോലെ, എനിക്ക് ആ വെള്ളം വേണമെന്ന് പറഞ്ഞതുപോലെ, ഓ ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ. നാവിനാലാവ് നിങ്ങളുടെ നാവുകളെ തുറന്നുകൊണ്ട് അവനെ ഘോഷിച്ചാട്ട്, യേശുവിൽ ജീവനുണ്ടെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ട്, അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ജീവൻ വരട്ടെ. പിശാചേ, നീ തോറ്റവനാണെന്ന് വിളിച്ചു പറഞ്ഞാട്ട്, അപ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും അധികാരം യേശുവിനാണെന്ന് വിളിച്ചു പറഞ്ഞാട്ട്, യോ നിങ്ങളുടെ ജീവിതത്തിന്റെ താക്കോൽ പിശാചിന്റെ കയ്യിലല്ല. യേശു പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാണ്. അങ്ങനെ ഒരു യേശുവിനെ ഇന്ന് രാത്രി നാവ് കൊണ്ട് നാവിനാലാവനെ ഘോഷിക്കാം. അവനാത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. ഓ യേശു അത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെ വീണ്ടെടുത്തു. ആമേൻ 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 ആമേൻ. ഓ ഗ്ലോറി 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 ഗ്ലോറി. ഓ ശബനബരം ധീരം ധീരം ധനരം ദാനേ. ഓ രാധാ രാധാ വേദ രാധ ഈഗെ ಬೇರೆ ಹಸ ರಾಧ ವೇದಾರಂ ರಬನಬರಂ ಧೀರಬನಬರಂ ದೋ ಹಸ್ತನರಾಧ. കർത്താവെ, 7 ദിവസക്കാലം കർത്താവെ ജനം ഉപവസിക്കുന്നത് ഒരു ചടങ്ങായി മാറാതെ, കർത്താവെ ഇന്ന് രാത്രികാലം ഉപവാസത്തിനകത്തിലെ ഒരു പ്രധാന ഏറിയാണ് ദൈവത്തെ ഇരുന്ന് ആരാധിക്കുക എന്നുള്ളത്. അന്ത്യോക്യയിലുള്ള ദൈവസഭ ദൈവത്തെ ആരാധിച്ചും, ഓ സ്തോത്രം, ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോഴാണല്ലോ പരിശുദ്ധി ആത്മാവ് അവിടെ ഇറങ്ങി വന്നതും. ദൈവത്തിന്റെ ദൂതുകൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാത്രികാലം ദൈവവും നിങ്ങളും തമ്മിൽ കൂട്ടിമുട്ടൽ ഉണ്ടാകും.
യോഗ്യരാകാൻ അല്പനേരം കൂടെ ആരാധനയ്ക്ക് യോഗ്യൻ, കുഞ്ഞാടേ നീ യോഗ്യനെന്ന് ആ 4 ജീവികൾ ഇടപെടാതെ കർത്താവിന് മഹത്വം കൊടുക്കുന്നത് പോലെ സ്തോത്രം, തന്റെ കാന്ത തന്നെ സ്തുതിക്കട്ടെ, തന്റെ ആത്മമണവാട്ടി തന്നെ സ്തുതിക്കട്ടെ, തന്റെ സഭ തന്നെ സ്തുതിക്കട്ടെ. സ്തോത്രം, വീണ്ടെടുപ്പിന്റെ ശക്തി ഇന്ന് രാത്രികാലം നമ്മളിലേക്കൊന്ന് മടങ്ങി വരുവാൻ, കേൾക്കപ്പെടാൻ പോകുന്ന വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങൾ നല്ല നിലത്തു വീണ, സ്തോത്രം ഹല്ലേലൂയ, ഒരു നല്ല നിലം പോലെ ഒരുക്കപ്പെടുവാൻ, വിത്തുകൾ കട്ടുകളുടെ കീഴിൽ കിടന്നപ്പോൾ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഒരു മുൻമഴ പെയ്യിപ്പിച്ചു കൊടുത്തതുപോലെ, സ്തോത്രം, ആ മഴ കട്ടകളെ ഉടച്ചു കളഞ്ഞ് കെട്ടുപോകാൻ ഇരുന്ന വിത്തുകളെ പുറത്തെടുത്തതുപോലെ അല്പനേരത്തെ ആരാധനയും സ്തുതികളും ഇന്ന് രാത്രികാലം നമ്മളിൽ കെട്ടുപോയ വാഗ്ദത്തങ്ങളെ, കെട്ടുപോയ ദൈവകൃപയെ, കെട്ടുപോയ അഭിഷേകത്തെ, കെട്ടുപോയ ശുശ്രൂഷകളെ, കെട്ടുപോയ വാഗ്ദത്തങ്ങളെ, കെട്ടുപോയ വഴികളെ ഇന്ന് രാത്രികാലം കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ശബ്ദങ്ങൾ, ഞരക്കങ്ങൾ സ്വർഗത്തിൽ സ്വീകരിക്കുന്ന ഒരു കൃപാസനമുണ്ടെന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് കർത്താവിനോട് ഇന്ന് രാത്രികാലം സ്തുതിച്ചടുത്തു ചെന്നാട്ടെ. കർത്താവെ, അടുത്ത 6 ദിവസവും കർത്താവെ ലോകത്തെ മറന്നുകൊണ്ട്, കർത്താവെ കേവലം വയറിനെ മാത്രമല്ല, കണ്ണിനെ ഉപവസിപ്പിക്കുവാൻ, കാതുകളെ ഉപവസിപ്പിക്കുവാൻ, നാവിനെ ഉപവസിപ്പിക്കുവാൻ, കൈകാലുകളെ ഉപവസിക്കാൻ, കർത്താവെ ഇതിനകത്തിൽ വാസ്തവമായി ഉപവസിക്കുന്നവർക്ക് കൃപ കൊടുക്കണമേ. അതിന് തടസ്സങ്ങൾ ഇടാനോ, ഇറിറ്റേഷനുകൾ ഇടാനോ, രോഗങ്ങൾ ഇടാനോ കർത്താവെ ആരെയും അനുവദിക്കാതെ സ്വർഗം അങ്ങയുടെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രികാലം നല്ല പിതാവേ സ്വർഗസ്ഥനെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അല്പനേരം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ ദാസിയുടെ അകത്ത് കൊടുത്ത ആത്മഭാരം കൊണ്ട് സ്തോത്രം. തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തോട് ചേർന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ 2ാം മാസത്തിന്റെ കർത്താവെ 10ാം തീയതി ഒരു അസാധാരണമായ ഒരു ദൈവകൃപ സ്തോത്രം ഓരോ കുടുംബത്തിന്റെ മീതെയും ഓരോ വിഷയങ്ങളുടെ മീതെയും പകരണമേ. കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ 2026 ഇനിയുള്ള 11 മാസങ്ങൾ പിടിച്ചു നിൽക്കുവാൻ, കർത്താവെ മുന്നേറുവാൻ, വേഗതകൾ വർദ്ധിക്കുവാൻ, മടുപ്പുകൾ മാറി ദൈവവചനം കൂടുതൽ ധ്യാനിക്കുവാൻ, കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാൻ, കരഞ്ഞ് പ്രാർത്ഥിച്ചു മേടിച്ച് അന്യഭാഷകൾ കൂടുതലായി ഉപയോഗിക്കപ്പെടുവാൻ, കർത്താവെ ലോകത്തിന്റെ ചിന്തകൾ സ്തോത്രമെല്ലാം ഒന്ന് മാറി ഞങ്ങളൊന്ന് സ്വസ്ഥത അനുഭവിക്കുവാൻ ഇന്ന് രാത്രികാലം എല്ലാവരുടെ മേലും അധികമായി പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയന്റെ കരത്തിൽ ഏൽപ്പിച്ചു വന്നിരിക്കുന്ന തിരുവചനത്തിനായി സ്തോത്രം. കർത്താവെ, വാഴ്ത്തണമേ, അതിനു മീതെ അങ്ങയുടെ ശ്വാസം ഊതണമേ, അത് പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമായി തീരണമേ. അധികാരത്തോടെ ഇരുവായ്ത്തലയുള്ള ഒരു വാള് പോലെ വചനം എവിടെല്ലാം കയറി ചെല്ലണോ കർത്താവ്, ഇത് കേവലം വാക്യമായിട്ടിരിക്കാതെ ഈ വചനം ജീവനുള്ളതായി, ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തലയുള്ളതായി, അസ്ഥിമജ്ജകളിനകത്തിലേക്ക് പ്രവേശിക്കുന്ന വചനമായി കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ഏകാഗ്രതയോടെ ജനത്തെ ഇരുത്തിക്കാട്ട്. കണക്ഷനുകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണം. നന്മയ്ക്കായി സ്തോത്രം. ചില അടയാളങ്ങൾ ചെയ്യണം കർത്താവിന്റെ പരിശുദ്ധാത്മാവേ സ്തോത്രം. ജനത്തോട് ഇടപെടുന്നത് അങ്ങാണല്ലോ. എന്തെങ്കിലും ദൈവിക ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ശബ്ദങ്ങളെ അറിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് നൽകി തരും യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വൈകിട്ട് ഈ സമയം നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ കേരളത്തിലെ അടൂരിൽ നിന്നാണ് സ്തോത്രം ഈ കൂട്ടായ്മയ്ക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പും ഒരിക്കൽ കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി തന്നു. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ അല്പനേരം ഈ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ച ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഏറ്റവും അധികം ഞാനും ശുശ്രൂഷിക്കുന്നത് ഉപവാസ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ കഴിഞ്ഞ 9 വർഷമായി ഞാൻ നാട്ടിൽ വന്നിട്ട് ഏറ്റവും അധികം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് ഉപവാസ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ഉപവാസത്തെ പറ്റി ധാരാളം പഠിക്കുകയും ഉപവാസത്തിൽ അനേക വീര്യപ്രവർത്തികൾ, രോഗശാന്തികൾ, ബന്ധനങ്ങൾ അഴിയുന്നത്, നടക്കാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത അവയവങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്തോത്രം കാണുവാൻ കർത്താവ് ഈ 9 വർഷവും എന്നെ സഹായിച്ചിട്ടുണ്ട്.
സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാപിക്കുവാൻ, ഞാൻ ഒരു മൂന്നേറി ഒന്ന് തൊടുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ കർത്താവിൻ്റെ വിലയുമായിട്ട് സ്തോത്രം ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററായിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ ഞാൻ സഭാ ചാർജൊക്കെ വിട്ടിട്ട് പൊതു ശുശ്രൂഷയിലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നോർത്ത് ഇന്ത്യ, ആഫ്രിക്ക, സ്തോത്രം, കേരളത്തിൻ്റെ സാധ്യതകളില്ലാത്ത സ്ഥലങ്ങളിൽ കുറേ ചർച്ചകളൊക്കെ ദത്തെടുത്ത് കുറച്ച് മിഷൻ പ്രവർത്തനങ്ങളും ചെയ്ത് സ്തോത്രം ഇപ്പോൾ ആയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തുടർന്ന് ഓർക്കുക. പ്രിയ BNS സ്നേഹ ദൈവം വീണ്ടും ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം, ഇത് 1-ാമത്തെ ദിവസമാണല്ലോ, ഇനി 6 ദിവസമുണ്ട്. സ്തോത്രം, നിങ്ങൾക്കൊരു നല്ലൊരു അടിസ്ഥാനം ഇട്ട് തന്ന് കടന്നു പോകുവാൻ ആണ് കർത്താവ് എന്നോട് പറഞ്ഞത്. റാദർ ദാൻ ഒരു ദൂതോ പ്രവചനമോ ഒക്കെ പറയുന്നതിനെ കാട്ടി രാവിലെ ദൈവദാസി പറഞ്ഞു, രാവിലെ ദൈവദാസിനെ ശക്തമായി ഉപയോഗിച്ചു. ഇനിയും എൻ്റെ പിന്നാലെ അനേകം പേര് വരുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം വളരെ താഴ്മയോടെ ഒന്ന് പറയട്ടെ. സ്തോത്രം, നമ്മൾ ഈ ഉപവാസം എന്ന് പറയുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. എന്താ, രാവിലെ ഒരു സെക്ഷൻ, വൈകിട്ട് ഒരു സെക്ഷൻ. നിങ്ങൾ ബൈബിൾ പഠിച്ചാൽ ഇതൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം. കേൾക്കുന്നുണ്ട്? രാവിലെ ഒരു സെക്ഷൻ, വൈകിട്ട് ഒരു സെക്ഷൻ. വരുന്നു, കേൾക്കുന്നു, പോന്നു, മറക്കുന്നു. സ്തോത്രം. ഞാൻ അങ്ങനെ ഒരു ചിന്തയൊക്കെ എടുക്കണമെന്ന് ചിന്തിച്ചെങ്കിലും സ്തോത്രം, ഞാൻ വീണ്ടും പറയാം, ഇന്നത്തെ ദൂതിലേക്ക് കടക്കേണ്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, ഉപവസിക്കുന്ന ദിവസം നമ്മൾ യഥാർത്ഥത്തിൽ ദൈവവചനം പഠിച്ചാൽ അന്ന് മറ്റൊരു കാര്യത്തിനും പോകരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്തോത്രം. പക്ഷെ നമ്മളാണെങ്കിൽ നമ്മളെ പഞ്ചായത്ത് ഓഫീസിൽ നോക്കി അവിടെ കാണാം, പുറത്ത് ഉച്ച കഴിഞ്ഞ് രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ കാണാം. സ്തോത്രം. എന്നിട്ട് വന്ന് നമ്മൾ ഒരു നേരം കഴിച്ചു, 2 നേരം കഴിച്ചു, അല്ലെങ്കിൽ 3 നേരം കഴിച്ചു. നമ്മൾ ഈ കഴിപ്പിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കേൾക്കുന്നുണ്ടോ? പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായി ബൈബിളിനകത്ത് പുതിയ നിയമം തൊട്ട് പഴയ നിയമം വരെ എടുത്തു വെച്ച് പഠിച്ചാൽ കഴിപ്പിന് കർത്താവ് പ്രാധാന്യം കൊടുത്തിട്ടേ ഇല്ല. ഓക്കെ, കർത്താവ് പ്രാധാന്യം കൊടുത്ത ഒരു കാര്യമാണ് ഉപവസിക്കുന്ന ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചോ എന്നുള്ളതാണ് കർത്താവ് ഏറ്റവും നോക്കുന്നത്. നിങ്ങൾ എപ്പം ബ്രേക്ക് ചെയ്തു എന്നുള്ളത് കർത്താവ് നോക്കാറേ ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വൈകിട്ട് 5 മണിക്ക് അല്ലേ, ഓക്കെ, ഇന്നിനി 9 മണിയാകുമ്പം എനിക്ക് 9:30 വരെയൊക്കെ സമയം തന്നിട്ടുണ്ട്, ഞാൻ 9 മണിക്ക് കൊണ്ട് നിർത്താൻ ശ്രമിക്കാം. അപ്പം ഈ ഒരു 9 മണിയാകുമ്പം പ്രാർത്ഥിച്ചു, ഇന്നത്തെ സെക്ഷൻ രാവിലെ വീട്ടും വളരെ നല്ലതായിരുന്നു, പിന്നെ അല്പം കഞ്ഞിയും മോരുകറിയൊക്കെ കുടിച്ചു. സ്തോത്രം. നമ്മൾ ബ്രേക്ക് ചെയ്തു, രാത്രി കയറി കിടന്ന് ഉറങ്ങി. ഇതൊന്നും അല്ല. സ്തോത്രം. വൈകിട്ട് നിങ്ങൾ ഷുഗർ രോഗിയാ, ഓക്കെ, ഫൈൻ, നിങ്ങൾക്ക് അങ്ങനെ ഒരു കൃപയാണ് ബോഡിയിലുള്ളതെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ട്, ഞാൻ വീണ്ടും പറയുന്നു, 1/2 മണിക്കൂർ പ്രാർത്ഥിക്കാതെ കിടന്ന് ഉറങ്ങരുത്. നിങ്ങൾ നാളെ രാവിലത്തെ സെക്ഷനിൽ കയറുന്നതിന് മുമ്പ് അരമണിക്കൂർ പ്രാർത്ഥിക്കാതെ രാവിലത്തെ സെക്ഷനിൽ കയറരുത്. രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞാൽ വൈകിട്ടത്തെ സെക്ഷനിൽ കയറുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ പായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാം, ഈ 6 ദിവസം കൊണ്ട് പല കാര്യവും ദൈവം ചെയ്തു തരും. പക്ഷേ ഇതൊക്കെ അനുസരിച്ചാലേ നടക്കത്തുള്ളൂ പ്രിയമുള്ളവരെ. എല്ലാതൊന്നും നടക്കത്തില്ലെന്ന് നിങ്ങളെ എൻകറേജ് ചെയ്തുകൊണ്ട്, സ്തോത്രം, വളരെ പ്രസിദ്ധമായ ഒരു ദൈവവചനം ഞാൻ രാവിലെ ധ്യാനിച്ചപ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ചു. നമുക്ക് കാണാതറിയാവുന്നതാണ്, എങ്കിലും നമുക്ക് വായിക്കാം. അതിൽ നിന്ന് 3 മർമ്മങ്ങളാണ് ഈ 6 ദിവസവും ഈ വർഷം മുഴുവൻ നിങ്ങൾ ഉപവസിക്കുന്ന ദിവസങ്ങൾ ശ്രദ്ധിക്കാൻ തക്കവണ്ണം കാതലായ 3 ശബ്ദങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 17-ാമത്തെ വാക്യം. സ്തോത്രം. ഞാൻ വായിച്ചേക്കാം, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇടയ്ക്ക് മ്യൂട്ടും അൺമ്യൂട്ടും ചെയ്ത് ഞാൻ നിങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല. മാത്യു ചാപ്റ്റർ 17:19. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്ത് ആക്കിക്കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. ഒരു ചോദ്യം നിങ്ങൾ കേട്ടല്ലോ. സ്തോത്രം. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു ഒരു ചോദ്യം. എത്ര ശിഷ്യന്മാർ ചോദിച്ചു എന്ന് ശരിക്കും നോക്കിയാൽ 9 ശിഷ്യന്മാർ ആണ്, സ്തോത്രം, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ബാക്കിയുള്ളവരും യേശുവിടെ എവിടെയാണ്? മറുരൂപമലയിൽ പ്രാർത്ഥിക്കാൻ കയറിപ്പോയിരിക്കുകയാണ്. അപ്പൊ ഈ 9 പേരെ മേപ്പോട്ട് കയറ്റിക്കൊണ്ട് പോയില്ല. 9 പേരും താഴെയുണ്ട്. ഈ താഴെ നിന്ന സമയത്ത് അവരുടെ അടുത്ത് ഒരു പൈതലിനെ സൗഖ്യമാക്കാൻ വേണ്ടി, സ്തോത്രം, ഒരു പിതാവ് കൊണ്ടുവരുന്നു. ഇതാണ് പശ്ചാത്തലം. എന്നിട്ട് അവർ ദയനീയമായി തോറ്റു. ഓക്കെ, ഇന്ന് രാത്രി ഇനി നമ്മൾ ബേസ് കിട്ടി മുന്നോട്ട് പോകും. അപ്പോൾ ഒന്നാമത് നമ്മൾ വായിച്ചു വചനം എന്താ? പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാനും ചില വാക്കുകൾ പറയാം. നമുക്ക് വളരാൻ ആഗ്രഹമുണ്ട് അല്ലേ? സ്തോത്രം. വളരാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ സൂമിൽ വന്നത്. സ്തോത്രം. പക്ഷെ വളരുന്നില്ലല്ലോ.
അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വേണം ചിന്തിക്കാൻ. ഇനി അടുത്തത്, നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലേ? സ്തോത്രം. ഓക്കെ, എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പണ്ട് പറഞ്ഞായിരുന്നു 3 തളർവാദ രോഗികളെ സ്തോത്രം എഴുന്നേൽപ്പിക്കുമെന്ന്. കേൾക്കാൻ നല്ല ത്രില്ലാണ്. ഗ്ലോറിയൊക്കെ പറയാം, കൈയൊക്കെ അടിക്കാം. സ്തോത്രം. ഞാൻ ഈ വിഷയങ്ങളൊക്കെ വെച്ചിരുന്നു, പ്രാർത്ഥിച്ചു. എന്നെ അറിയാവുന്ന ചില മുഖങ്ങളൊക്കെ ഇതിനകത്തിലുണ്ട്, അവർക്കും വന്ദനം ചൊല്ലുന്നു. സ്തോത്രം. ആരുടെയും പേരൊന്നും പറയുന്നില്ല. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ആരും ദയവ് ചെയ്ത് മീറ്റിംഗ് കഴിയുമ്പോൾ എൻ്റെ നമ്പറൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. സ്തോത്രം. അത് നിങ്ങളുടെ ദൈവദാസിക്ക് നിയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയോ പറയുകയോ ചെയ്തോണം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ലേഡീസ് മീറ്റിങ്ങിൽ കയറി. സ്തോത്രം. ആരോ ഒരാൾ എൻ്റെ നമ്പർ ചോദിച്ചു. സ്തോത്രം. എന്നിട്ട് എവിടെ നിന്നൊക്കെയോ അവർ ഗൂഗിളിൽ നിന്നൊക്കെ തപ്പിയെടുത്ത് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. സ്തോത്രം. അത്ര റിസ്ക് ഒന്നും എടുക്കണ്ട. ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനൊക്കെയാണ്, പറയുന്നതനുസരിച്ച് ദൈവം നിങ്ങൾക്കും വിടുതൽ തരും. അന്ന് കുറേ പേര് നമ്പർ തപ്പിയെടുത്ത് വിളിച്ച് 2 ദിവസം എനിക്ക് ഉറക്കവും സ്വസ്ഥതയും തന്നില്ല. ഇപ്പം ദൈവകൃപയാൽ ഇപ്പോൾ അവർക്കൊരു അനക്കമൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ സിസ്റ്റങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ കുറച്ചുകൂടെ അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പം നോക്കുക, ഞാൻ കേട്ട ദൂതാണ് തളർവാദ രോഗികളെ എഴുന്നേൽപ്പിക്കുമെന്ന്. പക്ഷെ ഞാൻ വാസ്തവമായിട്ട് പറയാം, ഞാനത് കൊണ്ടുപോയി ബുക്കിൽ എഴുതി വെച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒന്ന്, ഒരു 24 വയസ്സുകാരനെ കുവൈറ്റിൽ വെച്ച് എഴുന്നേൽപ്പിക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. സ്തോത്രം. 2, എൻ്റെ ഫാദറിൻ്റെ അനുജൻ ക്യാൻസർ വന്ന് നട്ടെല്ല് തളർന്നു പോയി. സ്തോത്രം. കിടന്ന സമയത്ത് 3 ആഴ്ച അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. സ്തോത്രം. അദ്ദേഹം ഇപ്പോൾ ഓടിച്ചാടി, അദ്ദേഹം ഒരു പാസ്റ്ററാണ്, അദ്ദേഹം ഇപ്പോൾ ഓടിച്ചാടി നടക്കുന്നത് കാണാൻ സഹായിച്ചു. പിന്നെ കോന്നിയിൽ സ്തോത്രം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഒരു സൈഡ് മൊത്തം പാരലൈസായി, ബ്രെയിൻ ഡാമേജ് ആയിപ്പോയി ഒരു സിസ്റ്ററിൻ്റെ വീട്ടിൽ അവർ TPM വിശ്വാസികളാണ്, എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. സ്തോത്രം. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു വർഷം കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 95% സിസ്റ്റർ ഹീലായി. സ്തോത്രം. ഒരു 5% കൂടെയേ ഉള്ളൂ. അപ്പോൾ ഈ ദൂത് കേൾക്കാനൊക്കെ നല്ല രസമാണ്, പക്ഷേ വില കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് നമുക്കൊക്കെ കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഈ 1 മണി ക്രൂസൈഡിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ അവിടെയും കണ്ടു. സ്തോത്രം. 1 മണിക്കൂറിൻ്റെ ആരാധന നടന്ന സമയത്ത് ഒരു ആൻറ്റി 3 മാസമായി വീൽ ചെയർ വന്നത് വെൺമണിയിൽ എഴുന്നേറ്റ് നടക്കുന്നതും ആ ശുശ്രൂഷയിൽ ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യം, നമുക്കും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സ്തോത്രം. ഇനി അടുത്തത്, നമുക്ക് സ്തോത്രം വളരെ നമുക്ക് ഒരു പുരോഗതി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനകത്തുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. ഇന്ന് രാവിലെയും ദൂതൊക്കെ കേട്ട് കാണും, ഫലങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ജീവിതത്തിൽ വിജയം നേടണമെന്ന് ആഗ്രഹമുണ്ട്, അടഞ്ഞ വാതിൽ തുറക്കണം, കണക്ഷനുകൾ കിട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാ ഈ ഉപവാസി വന്ന്. അപ്പൊ ഇത് തന്നെയാണ് ശിഷ്യന്മാർക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സ്തോത്രം. എന്ത് ചെയ്യാനാ? ഈ കുഞ്ഞിനെയും കൂടെ സൗഖ്യമാക്കാൻ, മുൻപ് സൗഖ്യമാക്കിയവരൊക്കെയാ, പക്ഷെ ദയനീയമായി അവർ തോറ്റുപോയി. ഇത്രയും കാര്യം ഞാൻ ബേസ് ആയിട്ട് പറയുന്നതാ. അവർ ദയനീയമായി തോറ്റുപോയി. അപ്പൊ അവർ ചോദിച്ചൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് എന്തുകൊണ്ടാ സ്തോത്രം ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത? നിങ്ങൾ ഇന്ന് വൈകിട്ട് നിങ്ങളോട് തന്നെ ചോദിച്ച്, എന്തുകൊണ്ടാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലില്ലാത്തത്? എന്തുകൊണ്ടാ നിങ്ങളുടെ രോഗത്തിന് സൗഖ്യമാകാത്തത്? എന്തുകൊണ്ടാ നിങ്ങളുടെ വഴികൾ തുറക്കാത്തത്? ഇത് ചോദ്യം ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യ അധ്യായത്തിൻ്റെ 21 വാക്യം ഞാൻ വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ 3 ഏരിയകളെ ഒന്ന് തൊടാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള 3 ഏരിയകൾ. 17ന്റെ 21 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. നമ്പർ 1. അപ്പം സ്തോത്രം, ഒരു ചന്നി ബാധിച്ച ഒരു കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിയാതിരുന്നപ്പോൾ യേശു കർത്താവ് എന്തോ പറഞ്ഞെന്നറിയാമോ? വളരെ ശ്രദ്ധിക്കണം. യേശു കർത്താവ് എന്തോ പറഞ്ഞത്? ഒരു കടുകുമണിയുടെ അത്രയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ അകത്ത് വിശ്വാസം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവനെ സൗഖ്യമാക്കാൻ പറ്റും. എന്നിട്ട് കർത്താവ് പറയുന്ന കേട്ടോ, ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല. അപ്പൊ ഇന്ന് രാത്രികാലത്തെ 1ാമത്തെ ഏരിയ വളരെ ശ്രദ്ധിക്കണം. നമുക്കും കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കുമ്പോൾ ഒന്നും അസാധ്യമാകത്തില്ല, എല്ലാം സാധ്യമാക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിശ്വാസം. ഓക്കെ, ഇന്ന് രാത്രി നിങ്ങളുടെ രോഗം മാറണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. വന്ന് ശുശ്രൂഷിക്കുന്ന പാസ്റ്ററിന് വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഒരു വഴി തുറക്കണമേ. ഞങ്ങളെപ്പോലുള്ളവരോട് ദൂത് പറയിപ്പിക്കും ദൈവം. സ്തോത്രം. പക്ഷേ നിങ്ങളത് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് എന്തു വേണം?
വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടായിട്ട് ഈ 6 ദിവസം വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. ആ ദൂത് നിറവേറുന്നിടം വരെ വിശ്വാസത്തോടെ എന്നും പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു കൃപ വേണം. അപ്പൊ ഇന്ന് രാത്രികാലം ഞാനൊന്ന് തൊടാൻ പോകുന്നത്, സ്തോത്രം, ഒന്നാമത്തെ ഏറിയാണ്. നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. നമ്മുടെ പേരെന്തുവാ? നമ്മൾ നമുക്കിടയിൽ, സ്തോത്രം, വിളിക്കുന്നൊരു പേരുണ്ട്. ലോകം നമ്മളെ അങ്ങനൊന്നും വിളിക്കത്തില്ല. നമുക്കിടയിൽ വിളിക്കുന്നൊരു പേരെന്തുവാ? വിശ്വാസി, അല്ലേ? പക്ഷേ ഇന്ന് രാത്രി കർത്താവ് ഒരു സ്റ്റെലസ്കോപ്പുമായിട്ട് വന്ന് നമ്മുടെ എല്ലാം പൾസ്, വിശ്വാസത്തിന്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ പോലും കാണത്തില്ല. ഈ പുറമേ കാണുന്ന ബഹളങ്ങളല്ലാതെ അകത്തൊന്നും കർത്താവിന് കാണത്തില്ല. ഞാൻ കാണുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കർത്താവ് നോക്കിയാൽ നിങ്ങളുടെ അകത്ത് എന്ത് കാണത്തില്ല? വിശ്വാസം കാണാൻ പറ്റത്തില്ല. നോക്കിയേ, ഇന്നത്തെ നമ്മൾ പോകുന്ന കൂട്ടായ്മകളൊക്കെ സൺഡേ ഒരു മൂക്കിപ്പനി പോലും മാറുന്നില്ല. കാരണം എന്താ? നമുക്ക് വിശ്വാസമില്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസം ഒന്ന് തൊടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ഏറിയ നമ്മൾ അല്പനേരം പ്രാർത്ഥിച്ച് ചിന്തിക്കാൻ പോകുന്നത്, സ്തോത്രം, ഉപവസിക്കുന്ന വ്യക്തിക്ക് വിശ്വാസം വേണം. സ്തോത്രം. അതുകൊണ്ട് അതിനെ ഒന്ന് തൊടാൻ പോകുന്നു. അപ്പൊ യേശു പറഞ്ഞ എന്തുവാ? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക. അപ്പൊ യേശു കർത്താവ് അവരോട് ഈ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മലയുടെ, സ്തോത്രം, അടുത്തു നിന്നാണ്. അപ്പൊ യേശു കർത്താവ് മലയെ കാണിച്ചിട്ട് പറയാണ്, ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് നീങ്ങും. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം? എല്ലാവരും ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. എല്ലാവരും ഒന്ന് വാ തുറന്നേ. സ്തോത്രം. നമ്മുടെ മലയാളികൾക്കിടയിൽ ദൈവം ഒന്നും ചെയ്യാത്തതിന് കാരണം എന്താണെന്നറിയോ? നമ്മൾ വാ തുറക്കത്തില്ല. സ്തോത്രം. അപ്പൊ ഇന്ന് തൊട്ട് വാ തുറക്കാമെങ്കിൽ കർത്താവ് ചിലതൊക്കെ ചെയ്യും. കേൾക്കുന്നുണ്ടോ? എല്ലാവരും വായിക്കൊന്ന് തുറന്നിട്ടൊന്ന് പറഞ്ഞേ, വിശ്വാസം വേണമെന്നൊന്ന് പറഞ്ഞേ. സ്തോത്രം. നാണമൊന്നും വിചാരിക്കരുത്. സ്തോത്രം. ഞാൻ എവിടെ പോയാലും ഇതൊക്കെ ചെയ്യിക്കാതെ ഇപ്പൊ ശുശ്രൂഷ ചെയ്യാറേ ഇല്ല. കാരണം എന്താണെന്നറിയോ? നിന്റെ വായ തുറക്കുക എന്ന ദൈവം പറഞ്ഞത്. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇന്ന് രാത്രി നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. ഇനിയും അപ്പൊ നമ്മൾ ആ വിശ്വാസത്തെ ഒന്ന് ആഴത്തിലേക്ക് ഒന്ന് തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ തന്നെ 17-ാം വാക്യം, യേശു അവരുടെ വിശ്വാസത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത്, അല്ലെ, ഒരു പൾസ് ചെയ്ത് നോക്കിയപ്പോൾ എന്തൂടെ കണ്ടു എന്ന് നോക്കിയിട്ട് താഴോട്ട് നോടിപ്പോകാം. അതിന്റെ 17-ാം വാക്യം നോക്കിയേ. അതിനേശു അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെ. അപ്പൊ നോക്കിയേ, ഈ ചോദ്യം ചോദിക്കാൻ വന്നവരുടെ അകത്തേക്ക് നോക്കിയപ്പോൾ എന്തില്ല? വിശ്വാസമില്ല. അപ്പൊ യേശു തന്റെ 9 ശിഷ്യന്മാരോട് എന്തു പറഞ്ഞു? അവിശ്വാസവും കോട്ടയുമുള്ള തലമുറ. ഇന്ന് രാത്രികാലം നമ്മെ നോക്കി ഇങ്ങനെ തന്നെ പറയുമോ? സ്തോത്രം. അതോ നമ്മളെ നോക്കി കർത്താവ് വേറെന്തെങ്കിലും പറയുമോ? ഒന്ന് സ്വയമായിട്ടൊന്ന് നോക്കിയേ. സ്തോത്രം. സ്വന്തം ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടോ എന്നിന്ന് രാത്രി നോക്കി. അപ്പൊ യേശു പറയാണ്, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ. ഇനി അടുത്ത കണ്ടോ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. ഇന്ന് രാത്രികാലം, ഹലോ, വളരെ ശ്രദ്ധിക്കണേ. നമ്മുടെ കൂടെ യേശുവിനെ ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് വേണം? എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിശ്വാസം വേണം. ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കിയേ. സ്തോത്രം. വീഡിയോ ഓൺ ചെയ്തവരുടെ മുഖമെല്ലാം ഞാൻ കാണുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ എന്നെ തന്നെ നോക്കണം. സ്തോത്രം. അപ്പുറത്തൂടെ പോകുന്ന കൊച്ചിനെയോ ഭർത്താവിനെയോ ഒന്ന് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് രാത്രി വിശ്വാസമൊന്നും ഉണ്ടാകത്തില്ല. സ്തോത്രം. വീഡിയോ ഓണാക്കാൻ പറ്റാത്തവര് നിങ്ങളുടെ ഹൃദയ കണ്ണ് തുറന്ന് എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ ഇന്ന് രാത്രി അപേക്ഷിക്കുന്നു. അപ്പൊ നോക്കി, യേശു നോക്ക്, ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ആ ചന്നി ബാധിച്ച കൊച്ചിന്റെ മേലെ എന്ത് ചെയ്യുന്നു? യേശു എന്ത് ചെയ്യുന്നു? ഈ ശിഷ്യന്മാര് കൈ വെച്ചപ്പോൾ എന്ത് ചെയ്തു? ഒരു ചലനവും ഉണ്ടായില്ല. അപ്പൊ നോക്കിയ 17-ാം വാക്യത്തിൽ എന്തുവെന്നറിയോ? യേശു അവരെ നോക്കിയപ്പോൾ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ എന്ന് 9 പേരെ യേശു വിളിച്ചു. അങ്ങനെയാണ് നമ്മളെ ഇന്ന് രാത്രി കർത്താവ് എന്തെങ്കിലുമൊക്കെ വിളിക്കുമോ എന്നൊക്കെ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കിയാൽ ഇന്ന് രാത്രി തൊട്ട് വിടുതൽ നടക്കും. ഓക്കെ. അപ്പൊ നോക്കിയേ, അവരുടെ പേരെന്തോ? അവിശ്വാസവും കോട്ടമുള്ള തലമുറ. ഇനി അടുത്തത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു ബ്രാക്കറ്റ് ഇടണം. നോക്കൂ, എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പം നമ്മൾ എപ്പോഴും പറയാം, കർത്താവ് എൻ്റെ കൂടെ നടക്കണേ, എൻ്റെ കൂടെ പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, മോനെ, ഞാൻ നിന്റെ കൂടെ, മോളെ, നടക്കണമെങ്കിൽ നിനക്ക് ഞാൻ നടക്കുമെന്നെങ്കിലും ഒരു വിശ്വാസം വേണ്ടേ?
കേൾക്കുന്നുണ്ടോ? യേശു ചോദിച്ച വാക്യം കേട്ടോ, എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ കൂടെ യേശു ഉണ്ടോ? സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തോത്രം ചെയ്തേ. മേരിക്കുട്ടി സാമുവൽ ആന്റിയൊക്കെ ഒന്ന് സ്തോത്രമൊക്കെ ചെയ്യാനൊന്ന് തുടങ്ങിയേ. ഇന്ന് രാത്രികാലം സ്തോത്രം എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ യേശു നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ അകത്ത് അങ്ങനെ ഒരു വിശ്വാസം വേണം. കർത്താവേ, ഈ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ പോകുക, അങ്ങ് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ടോ? തിരിഞ്ഞൊരു ശിശുക്കളെ പോലാകെ. നമ്മൾ പെന്തക്കോസിന്റെ 3-4 തലമുറയായപ്പോഴത്തേക്ക് നമുക്ക് നഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഇന്ന് വിശ്വാസം എന്നേ പോയി കഴിഞ്ഞു. നമുക്ക് വിശ്വാസമേ ഇല്ല. പിന്നെ നമ്മൾ ഇങ്ങനെ വന്നങ്ങ് ഇരിക്കുന്നതേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് എന്തു വേണം? എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഇനി അടുത്തത് കണ്ടോ, അടുത്ത ഈ 2 കാര്യം ഇമ്പോർട്ടൻ്റ്. അടുത്തത് എന്തോ കർത്താവ് പറഞ്ഞേ? ഞാൻ ശുശ്രൂഷിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, ഇപ്പോൾ 17-ാം വാക്യം. ആ 2 കാര്യം നിങ്ങളൊന്ന് ടിക്ക് ചെയ്യണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിലേക്ക് കയറി വരണം. അടുത്ത വാക്ക് കർത്താവ് എന്തോ പറഞ്ഞെന്നറിയാമോ? എത്രത്തോളം നിങ്ങളെ സഹിക്കും. കേൾക്കുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെയൊക്കെ കർത്താവ് സഹിക്കുവാണോ? ആന്റിമാരെ, ഇന്ന് രാത്രി നോക്കിയേ. ഞാൻ പേരൊന്നും വിളിക്കുന്നില്ല. എലിയ ജെസ്സി സിസ്റ്ററെ, നമ്മളെയൊക്കെ കർത്താവ് സഹിക്കുവാണോ? ആണോ? ഈ സൺഡേയിലൊക്കെ കർത്താവ് 2.5-3 മണിക്കൂർ നമ്മളെ സഹിക്കുന്നത് എന്ത് പാടുപെട്ടാന്നറിയോ? സ്തോത്രം, കൈ അടിക്കത്തില്ല, സ്തോത്രം പറയത്തില്ല, വാ തുറക്കത്തില്ല. സ്തോത്രം, നമ്മള് ഒരു വെള്ള ചുരിദാർ വിട്ട് ഇങ്ങനെ അങ്ങ് പോകുകയാ. അപ്പൊ ഇന്ന് രാത്രി കേൾക്കണം, എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ശനിയാഴ്ച രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ കഴിവതും പുറത്ത് ശുശ്രൂഷയ്ക്ക് സൺഡേ പോകാതെ ലോക്കൽ ചർച്ചിൽ പോകാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? സൺഡേ ഇരുന്ന് എന്ത് പ്രാർത്ഥിക്കും? കർത്താവേ, ഞാനും ശുശ്രൂഷിക്കേണ്ടവനാ, എങ്കിലും ഞാൻ എൻ്റെ മെയിൻ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, എനിക്കെന്തെങ്കിലുമൊക്കെ തരാൻ പുള്ളി ഒന്ന് ഇരുത്തണേ, പുള്ളിയോടൊന്ന് ഇടപെടണേ. അപ്പൊ ചോദ്യം, ഇന്ന് വൈകിട്ട് വല്ലതൊക്കെ പ്രാപിക്കാനാണോ വന്നത്? നിങ്ങളുടെ ശരീരത്തിന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു ചൂടുണ്ടോ? നിങ്ങളുടെ അകത്തൊരു കത്തൽ ഉണ്ടോ? അതോ ഇന്ന് തൊട്ട് ഈ വചനം കേട്ടിട്ട് നിങ്ങളെ പേര് ചോദിക്കുക, എൻ്റെ പൊന്ന് സ്തോത്രം ഫേബേ, ഞാൻ എത്രത്തോളം സ്തോത്രം നിന്നെ സഹിക്കും എന്ന് വെച്ചാൽ ഒന്നിച്ച് നടക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കർത്താവ് നമ്മളെ പറ്റി ചോദിക്കരുത്. ഇന്ന് രാത്രികാലം എൽസി സിസ്റ്ററെ, കർത്താവിന് നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ ചലിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ കൂടെ കർത്താവ് ചലിക്കൂ. ഇന്ന് രാത്രി എത്ര പേര് ഏറ്റെടുക്കുന്നു? വിശ്വസിക്കുന്നവരുടെ കൂടെ കർത്താവിന് ചലിക്കാൻ പറ്റൂ. വിശ്വസിക്കുന്നവരുടെ കൂടെ കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റൂ. വിശ്വസിക്കുന്നവരുടെ കൂടെ കർത്താവിന് രോഗശാന്തി ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇന്ന് രാത്രികാലം എന്താ നമ്മളൊന്ന് മനസ്സിലാക്കണം? ആ 9 പേരെയും കർത്താവ് നോക്കിയപ്പോൾ അവരിൽ വിശ്വാസമില്ല. ഇന്ന് രാത്രി 1-ാം സെക്ഷനിൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തെ മടക്കിയെടുക്കാമോ? ഈ വിശ്വാസ മാർഗത്തിൽ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ വർഷം എന്തോ ഒരു വിശ്വാസമായിരുന്നു, അല്ലേ പ്രിയമുള്ളവരെ? ആ വിശ്വാസം മൂത്ത് ഇപ്പൊ വിശ്വാസം അല്ലാതായെങ്കിൽ ഇന്ന് രാത്രി കർത്താവേ, എന്നോടൊന്ന് ക്ഷമിക്കണമേന്ന് ഇരിക്കുന്നിടത്തൊന്ന് പറഞ്ഞ് നിങ്ങളും കർത്താവുമായിട്ടൊന്ന് അടുക്കാമെങ്കിൽ, ഞാൻ വീണ്ടും പറയാം, ഈ മാസം ചില ദൈവപ്രവർത്തികൾ കർത്താവ് നിങ്ങളിലൂടെ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളിലൂടെ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. കാരണം വിശ്വാസം വേണം. അപ്പം നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി മുമ്പോട്ട് പോകട്ടെ, വിശ്വാസത്തിന്റെ ഒരു ആഴത്തിൽ നിങ്ങളെ കൊണ്ടുപോട്ടെ. നമുക്കൊന്ന് എടുക്കാം. 1 കൊരിന്ത്യ ലേഖനം ഒന്ന് എടുത്തേ. 1 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആരെങ്കിലും സ്തോത്രം ബിന്ദു ബൈജു സിസ്റ്റർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് വായിച്ചു തരാമോ? സ്തോത്രം, 1 കൊരിന്ത്യ ലേഖനം 12 9-ാമത്തെ വാക്യം. സ്തോത്രം, 1 കൊരിന്ത്യർ 12:9. വായിച്ചോളൂ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളി. അല്ലല്ലോ 1 കൊരിന്ത്യ ലേഖനം 12:9 സിസ്റ്റർ തന്നെ വായിച്ചാൽ മതി. വായിക്ക 1 കൊരിന്ത്യർ 12:9. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തി. മതി. അപ്പൊ ഒരു നിമിഷം ഇന്ന് വൈകിട്ടൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ആരെങ്കിലും ഇതുവരെ, നമ്മളെല്ലാവരും കർത്താവിനോട് വരങ്ങൾ ചോദിക്കുന്നവരല്ലേ? വരങ്ങൾ ചോദിക്കുന്ന ലിസ്റ്റ് പ്രയോറിറ്റി എന്തുവാ നമ്മുടെ വരുന്നത്?
രോഗശാന്തി, പ്രവചനം, ഇതൊക്കെയല്ലേ ചോദിക്കുന്നേ. പക്ഷെ നിങ്ങൾ ആ വാക്യത്തിൽ നോക്കിയേ, കൃപാവരങ്ങളിലെ ഒരു വരമാണ് വിശ്വാസം. ഇന്ന് രാത്രി വല്ല മനസ്സിലായോ? ഇതൊരൊറ്റ ചർച്ചില് ഒരു പാസ്റ്റർമാരും ഒരു പാസ്റ്ററാൻറ്റിമാരും ഒരു ശുശ്രൂഷകന്മാരും ഇതുവരെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ആദ്യം എനിക്ക് തന്ന വരമാണ് വിശ്വാസത്തിൻ്റെ വരം. കേൾക്കുന്നുണ്ടോ എൻ്റെ പ്രിയമുള്ളവരെ? ഞാൻ നിങ്ങളോട് പറയാം, ഈ വിശ്വാസത്തിൻ്റെ വരം കിട്ടിയാൽ ക്രിസ്തീയ ജീവിതം ഭയങ്കര കൂളായിരിക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും പറയാം, ഒരു കൊച്ചു എക്സാമ്പിൾ പറയാം. ഞാൻ സ്തോത്രം, ഞാൻ യുഎഇയിലായിരുന്നു. ഞാൻ യുഎഇയിലായിരുന്നപ്പം ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഞാൻ നാട്ടിൽ വന്നു. ഇപ്പൊ ഞാൻ നാട്ടിൽ വന്നിട്ട് 9 വർഷമായി. അപ്പൊ ഈ 9 വർഷം കൊണ്ട് പ്രിയമുള്ളവരെ, നാട്ടിൽ വരാൻ നേരം സ്തോത്രം സ്നാനപ്പെടാത്ത ഒരു അമ്മയും, സൈക്കിളില്ല, സ്കൂട്ടറില്ല, കാറില്ല, ആകെ കിട്ടിയ അവസാനത്തെ സ്തോത്ര കാഴ്ച എല്ലാം കൂടെ 1.25 ലക്ഷം രൂപ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതുമായിട്ടാണ് ഞാൻ വന്ന് 2 ദിവസം റെസ്റ്റിലിരുന്നു. 3-ാം ദിവസം തൊട്ട് എനിക്ക് ശുശ്രൂഷയുടെ വാതിൽ ദൈവം തുറന്നു വന്നു. സ്തോത്രം. അപ്പം എൻ്റെ കൂടെ ഒരു 10-12 പേരിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തോളാം, എവിടെ വേണേലും പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, അവരെല്ലാം ഇന്ന് യുഎഇയിൽ ഇരിപ്പുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ട് 9 വർഷമായി. ഈ 9 വർഷം കൊണ്ട് 50 വർഷത്തിൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്തു കഴിഞ്ഞു. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. 1.25 ലക്ഷം കൊണ്ട് വരുമ്പോൾ സ്തോത്രം, സ്കൂട്ടറില്ല, സൈക്കിളില്ല, കാറില്ല. സ്തോത്രം. കർത്താവ് ഈ കൊച്ചുങ്ങളുടെ ഫീസും സ്നാനപ്പെടാത്ത അമ്മയുടെ രോഗത്തിനും ഒക്കെ വേണ്ടി സ്തോത്രം ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചെറിയൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് രാത്രി പറയാം, എനിക്കൊരു വരം തന്നു. 27 വർഷം മുമ്പ് വിശ്വാസമെന്ന വരം ഞാനത് ഓപ്പറേറ്റ് ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ 15 പാസ്റ്റേഴ്സിന് ശമ്പളം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കേൾക്കുന്നുണ്ടോ? 1 രൂപ എനിക്ക് വരുമാനമില്ല. ഇതൂടെ കേട്ടിട്ട് വേണം കൈവക്കാൻ. 1 രൂപ എനിക്ക് വരുമാനം ഫിക്സഡ് ഇല്ല. പക്ഷേ കഴിഞ്ഞ 9 വർഷമായിട്ട് 17 ഉണ്ടായിരുന്നു, അവിശ്വസ്തരെ വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ 15 പേർക്ക് ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. തീർന്നില്ല ബീന സിസ്റ്ററെ, 6 വർഷമായി ഞാൻ സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഞാൻ പുറത്തു പോകുമ്പോൾ വിളിക്കുന്ന പാസ്റ്റേഴ്സിന് നിറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം ദൈവം എൻ്റെ കൈ തരുന്നുണ്ട്. അങ്ങനെയാണ് ഒരു മാസം 20 പാസ്റ്റർമാരെ നടത്തുന്നുണ്ട് ഞാൻ. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഇതിനിടയ്ക്ക് വല്ല മിച്ചോടൊക്കെ കിട്ടിയാൽ ഒരു 2 വർഷത്തിന് കൂടുമ്പോൾ, 1.5 വർഷം കൂടുമ്പോൾ ആഫ്രിക്കയിലേക്ക് ഒരു പോക്ക് പോകും. ഒരു 10-50 പേരെ സ്നാനപ്പെടുത്തി വരാൻ 2.5 ലക്ഷം രൂപ വേണം. അതും ദൈവം തരുന്നുണ്ട്. അപ്പൊ ഇന്ന് രാത്രി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വിശ്വാസം എന്ന വരം ഇന്ന് രാത്രി എത്ര പേർ ഈ ഉപവാസത്തിന്റെ വൈകിയ വേളയിൽ ചോദിച്ചാൽ, ഇന്ന് രാത്രികാലം ഞാൻ പറയാം, വിശ്വാസത്തിന്റെ വരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം വേറെ ലെവലിലേക്ക് മാറും. എത്ര പേർ ഇന്ന് രാത്രികാലം ഈ വരം ഇന്ന് തൊട്ട് ദൈവത്തോട് ചോദിക്ക്, കർത്താവേ എനിക്ക് ആ വരം ഒന്ന് തരണേ. കേൾക്കുന്നുണ്ടോ? ഈ വരം തരുന്നത് പ്രസംഗിക്കാൻ വരുന്ന പാസ്റ്റർ അല്ല. അവിടെ എഴുതി വെച്ചേപ്പുണ്ട്, വേറെ ഒരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം എന്ന വരം. അപ്പൊ ഇന്ന് രാത്രി ഈ വരം തരുന്ന ആളുടെ പേരെന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിനോട് എന്നും ചോദിക്ക്, എനിക്ക് വിശ്വാസത്തിന്റെ വരം തരണമേ. അത് കേവലം വീര്യപ്രവർത്തികൾക്ക് വേണ്ടി മാത്രമല്ല. കേൾക്കുന്നുണ്ടോ? ഞാൻ അതിന്റെ ആഴത്തിലേക്ക് നിങ്ങളെ ഒന്ന് ഓടിച്ചു കൊണ്ടുപോകാൻ പോകുക. അതുകൊണ്ട് ഈ റെഫറൻസ് ഒക്കെ എവിടെങ്കിലും ഒന്ന് എഴുതി വെച്ചേര്. ഇന്ന് യേശു പറഞ്ഞു, ഉപവസിക്കുന്ന ആൾക്ക് വേണ്ടുന്ന 1-ാമത്തെ സ്തോത്രം ബേസ് വിശ്വാസമാണ്. പുതിയ നിയമത്തിൽ സ്തോത്രം വിശ്വാസം ഒരു വരമാണ്. ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടോ? ഇനിയും ചോദിക്കും, പാസ്റ്ററെ ഈ വിശ്വാസം എന്ന വരം സ്തോത്രം എങ്ങനെ കിട്ടും? അത് പരിശുദ്ധാത്മാവ് തരും. പക്ഷെ ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും എന്ന് സ്തോത്രം ചോദിച്ചാൽ, റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ 6 ദിവസവും ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ തൊണ്ടയിലെ മുഴയൊക്കെ അങ്ങ് മാറും. സ്തോത്രം. ശൈല ജോഷി സിസ്റ്ററിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ശൈല ജോഷി സഹോദരി
നിങ്ങളുടെ ശരീരത്തെ ദൈവം ഒന്ന് തൊട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉള്ള ഒരു രോഗത്തെ കർത്താവ് സൗഖ്യമാക്കി തരുമെന്ന് ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് തന്നെ കാണിച്ചു. ശൈല ജോഷി, സ്തോത്രം, തൊണ്ട, തല, സ്തോത്രം, സ്തോത്രം, തോൾ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസത്തോടെ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ശൈല ജോഷിയുടെ സ്തോത്രം ശരീരത്തെ ദൈവം തൊടുമെന്ന് പറയുന്നു. അപ്പൊ റോമാലേഖനം 10:17 എല്ലാവരും കേൾക്കണേ. ആകയാൽ വിശ്വാസം. അവിടെ നിൽക്കണം. കേൾക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. അപ്പൊ നോക്കി എങ്ങനെയാ പൗലോസ് പറഞ്ഞേ? ആകയാൽ വിശ്വാസം. അപ്പൊ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? കേൾക്കുക, കേൾവിയാൽ. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഇന്ന് പകൽക്കാലം ലോകം പറയുന്നതൊന്നും അല്ല കേൾക്കേണ്ടത്. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ 6 ദിവസം 14 മെസ്സേജാ കേൾക്കാൻ പോകുന്നത്. ഇന്ന് 2ാമത്തെ ആയതേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് പറയുക, ഈ ദൈവവചനം കേൾക്കണം. കേൾക്കുന്നുണ്ടോ? തലയ്ക്കകത്തിൽ ഒരു വേദന വന്നാൽ സ്തോത്രം, വചനം എന്തു പറയുന്നു എന്ന് കേൾക്കാൻ പോ. ഡോക്ടർ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ പോകരുത്. കേൾക്കുന്നുണ്ടോ? എനിക്ക് 1000കണക്കിന് സാക്ഷ്യമുണ്ട് പറയാൻ, പക്ഷെ ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ വചനം എങ്ങും എത്തിയിട്ടില്ല. വചനം എനിക്ക് പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസം എങ്ങനെയാ വരുന്നത്? കേൾക്കണം. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഞാൻ വീണ്ടും പറയാം, എൻ്റെ പ്രിയമുള്ളവരെ, ഉള്ള യൂട്യൂബിലെല്ലാം പോയി കേൾക്കുന്നതിനെക്കാട്ടി ഞാൻ പറയാം, നിങ്ങളുടെ കൈ സ്വന്തം ബൈബിൾ ഉണ്ടെങ്കിൽ ഇനി യൂട്യൂബ് എല്ലാം ഒന്ന് വിട്ടിട്ട് നിങ്ങളുടെ കയ്യിലെ വചനം ഒരു ഓർഡറി വായിക്കാൻ തുടങ്ങാമോ? ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യാം. നിങ്ങൾ അറിയാതെ വെള്ളം പൊങ്ങുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു മാറ്റം വരും. ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. മറ്റുള്ളവരുടെ പ്രസംഗത്തിന് 5 മിനിറ്റേ ഉള്ളൂ ശക്തിയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വചനം വായിക്കാൻ, സ്തോത്രം, അത് ഉറക്കെ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വിശ്വാസം മേപ്പോട്ട് കയറും. ബ്ലെസ്സി. കേൾക്കുന്നുണ്ടോ? ബ്ലെസ്സി. സ്തോത്രം. ബ്ലെസ്സി. ഞാൻ വീണ്ടും പറയാം, ബ്ലെസ്സിയുടെ ലൈഫിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതിയുള്ള ഒരു കുഞ്ഞാണ്. പക്ഷേ ഇന്ന് രാത്രികാലം ആ പദ്ധതിയിലേക്ക് എങ്ങനെയാ ബ്ലെസ്സി നമ്മൾ കയറുന്നത്? വിശ്വാസത്താലാ കയറുന്നത്. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? അപ്പൊ നോക്കിയേ, ആകയാൽ വിശ്വാസം. എന്നോട് എൻ്റെ കൂടെ നിൽക്കണേ. ആകയാൽ വിശ്വാസം എങ്ങനെയാ വരുന്നത്? കേൾവിയാൽ. ഇനി അവിടെ നിൽക്കട്ടെ. എന്ത് കേൾക്കണം? നോക്ക, ക്രിസ്തുവിന്റെ വചനം കേൾക്കണം. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇന്ന് തൊട്ട് വിശ്വാസം ഒരു വരമാണ്. അത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. എല്ലാ ദിവസവും വിശ്വാസം താന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവവചനം കേൾക്കാൻ സമയം മാറ്റിവെച്ചാൽ വിശ്വാസം മേപ്പോട്ട് വരും. വിശ്വാസം മേപ്പോട്ട് വന്നാൽ എന്ത് സംഭവിക്കും പ്രിയമുള്ളവരെ? അസാധ്യങ്ങൾ സാധ്യമാകാൻ തുടങ്ങും. കേൾക്കുന്നുണ്ടോ? ഇന്ന് വൈകിട്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാ, ബിജോയ് ആൻഡ് റൂബി, സ്തോത്രം, ജമ്മുവിൽ നിന്ന് ജോയിൻ ചെയ്തവരോട് സ്തോത്രം, കർത്താവ് പറയുകയാണ്, സ്തോത്രം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വരുന്ന ദിവസങ്ങളിൽ ചില ആവശ്യങ്ങളുടെ മുമ്പിൽ, ചില പ്രാർത്ഥനകളുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നതായി എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ആരോടും ചോദിക്കണ്ട എന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. പകരം 2 പേരൂടെ സ്തോത്രം ഈ വചനം കേട്ടിട്ട് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ, സ്തോത്രം, ആ വിഷയത്തിന് നിങ്ങളെ തേടി ദൈവം വഴി തുറക്കുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവ് റൂബി സിസ്റ്ററിനോടും ബിജോയി ദൈവദാസനോടും ആലോചന പറയുന്നു. ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ഇനി നിങ്ങളെ ഒന്ന് ബലപ്പെടുത്താൻ, സ്തോത്രം, സ്തോത്രം, പൊടിയാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. ഇതിന്റെ ആഴത്തിലേക്ക് എത്തണം. സമയം മുന്നോട്ട് പോകുന്നു. നമുക്കൊന്ന് എടുക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം വിശ്വാസത്തെ പറ്റി. അതിന്റെ 6-ാമത്തെ വാക്യം, ഹീബ്രു, ദ ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 6, സ്തോത്രം, 11:6 ഒന്ന് നോക്കിയേ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഇതറിയണം. നിങ്ങൾ കൈയടിച്ചാൽ ദൈവം പ്രസാദിക്കത്തില്ല. നിങ്ങൾ കുറച്ചു നേരം ഗ്ലോറി പറഞ്ഞാൽ ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം പ്രിയമുള്ളവരെ? ഒന്ന് വാ തുറന്നൊന്ന് പറഞ്ഞേ, സ്തോത്രം, ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ. നമുക്ക് വിശ്വാസം വേണം. സ്തോത്രം. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ ജെസി സിസ്റ്ററെ, നമുക്ക് എന്തു വേണം? വിശ്വാസം വേണം. സ്തോത്രം. ആ വിശ്വാസത്തോടെ തലമുറകൾക്ക് വേണ്ടി ജെസി സിസ്റ്റർ ഈ ദിവസങ്ങളൊക്കെ ഒന്ന്
തുറന്ന് പ്രാർത്ഥിക്കുവാനും സ്തോത്രം 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 തലമുറകളെ കിട്ടി കൊച്ചു തലമുറകളെ തരുവാൻ ദൈവത്തിന്റെ സീസണൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നുണ്ട് ജസ്റ്റിസ് സിസ്റ്ററെ. അതുകൊണ്ട് ഇന്ന് രാത്രി നോക്ക് പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളിൽ പ്രസാദിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടെന്ന് കണ്ടാൽ ദൈവം നിങ്ങളിൽ പ്രസാദിക്കും. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ദൈവം പ്രസാദിച്ചാൽ കാര്യങ്ങൾ വേഗത്തിൽ മാറും. കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രികാലം അപ്പം ഇനിയും സ്തോത്രം ദൈവം ഒരു കാര്യം കൂടെ നോക്കും. പാസ്റ്ററെ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ ദൈവം അങ്ങനെയൊന്നും കയറി പെട്ടെന്ന് അംഗീകരിക്കത്തില്ല. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നോക്കിയേ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് കേൾക്കണം. സ്തോത്രം. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ പെന്തക്കോസ്ത് സഭയ്ക്ക് ഏത് യേശുവിനെ ആരാധിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ചിലവർ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇത് ഞാൻ വാസ്തവം പറയാം. ഞാൻ ട്രഡീഷണൽ ചർച്ചുകളാണ് കൂടുതലും ശുശ്രൂഷിക്കാൻ പോകുന്നത്. IPC, AG, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോണി തന്നെ ഞാൻ കിടന്ന് കറങ്ങുക. വല്ലപ്പോഴൊക്കെ ഉള്ള ഇൻഡിപെൻഡന്റ് ചർച്ചിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയാ, സ്തോത്രം, ഒരു മനുഷ്യനും സ്തോത്രം ഇതിൻ്റെ മേൽ ഒരു ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വാസമില്ല. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കരുത്, വിശ്വാസ ത്യാഗം സംഭവിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ 100 പാസ്റ്റർമാരെ എടുത്തു, അതിനകത്ത് ഞാൻ എന്നെ കൂടെ കയറ്റിയ 90 പാസ്റ്റർമാർക്കും വിശ്വാസം പോയി കഴിഞ്ഞു. പിന്നെ വയറ്റിപ്പിഴപ്പിനും ചടങ്ങിനും കാര്യങ്ങൾക്കും മീറ്റിംഗ് നടത്തുന്നതല്ലാതെ ഇന്ന് എൻ്റെ ശുശ്രൂഷയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും എന്നും ഇന്ന് ഞാൻ കൈ വെക്കുമ്പോൾ ആ ജീവിതത്തിന് മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവദാസന്മാരെ എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് രാത്രികാലം. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി നിങ്ങൾ പാസ്റ്റർമാരെ നോക്കിയാൽ നിങ്ങളുടെ വിശ്വാസം പോവും. പക്ഷെ ഇന്ന് രാത്രികാലം പാസ്റ്റർമാരെ അല്ല നോക്കേണ്ടത്, വിശ്വാസത്തിന്റെ നായകനെ, നമ്മെ വിളിച്ചൊരു നായകൻ, അത്ഭുത മന്ത്രി, അനന്യനാകുന്നു. പണ്ട് വെള്ളത്തിൽ നടന്ന യേശുവിനെയാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. പണ്ട് ടാക്സ് കൊടുക്കാൻ ചൂണ്ടയ്ക്കകത്തിൽ ചലിപ്പിച്ചവനെയാ ഇന്ന് രാത്രി അജയ് ബ്രദറെ നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശുവിന് മാറ്റം വന്നില്ലെന്ന് നമ്മൾ വിശ്വസിക്കണ്ടേ? കേൾക്കുന്നുണ്ടോ? യേശുവിന് ഒരു മാറ്റവും വന്നില്ല എന്ന് സ്തോത്രം ഗ്രേസി ആന്റി നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കാതെ എങ്ങനെ കർത്താവ് ചലിക്കുന്നത്? അപ്പൊ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? വിശ്വാസം കൂടാതെ ദൈവത്തെ ചലിപ്പിക്കാൻ പറ്റത്തില്ല. കേൾക്കുന്നുണ്ടോ? വിശ്വാസം കൂടാതെ ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കാൻ പറ്റത്തില്ല. വിശ്വാസം കൂടാതെ അന്തരീക്ഷത്തെ മാറ്റാൻ പറ്റത്തില്ല. വിശ്വാസം കൂടാതെ ഗർഭപാത്രത്തിന്റെ സിസ്റ്റം മാറത്തില്ല. വിശ്വാസം കൂടാതെ നട്ടലിന്റെ വേദന മാറത്തില്ല. വിശ്വാസം കൂടാതെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കത്തില്ല. ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം ഞങ്ങളുടെ പിതാവാണെന്നും ഞങ്ങൾ വിളിക്കുമ്പോൾ കേൾക്കുന്ന ദൈവമാണെന്നും അകത്തിന്ന് രാത്രി പോയ വിശ്വാസത്തെ ഒന്ന് മടക്കി കൊണ്ടുവരാൻ എത്ര പേർക്ക് കഴിയും? അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. കേൾക്കുന്നുണ്ടോ? കേട്ടോണ്ടിരുന്നാ പോരാ, ഒന്ന് വായൊക്കെ ഒന്ന് തുറന്നൊന്ന് സ്തോത്രം ചെയ്തേ നമ്മൾ ഇതിനോട് ചേർന്ന് ചലിക്കണം. പലരും മെസ്സേജ് കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ വിശ്വാസം പോയി, അവരുടെ അകം ചത്തുപോയി ഓൾറെഡി. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. അവരുടെ വായെ പിശാച് തുറപ്പിക്കത്തില്ല ഇന്ന് രാത്രികാലം. അതുകൊണ്ട് സ്തോത്രം എന്തോ പറഞ്ഞത്? ദൈവമുണ്ട്. എല്ലാവരും ഒന്ന് പറയാമോ? ദൈവമുണ്ടെന്നെങ്കിലും ഒന്ന് പറഞ്ഞേ. വിശ്വാസികളില്ലയോ? ദൈവം ഉണ്ടെന്നെങ്കിലും ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. ദൈവമുണ്ട്. ഇനി അടുത്തത് എന്ത് പറയണമെന്നറിയോ? തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? കേൾക്കുന്നുണ്ടോ? വിശ്വസിക്കേണ്ടതല്ലയോ? ദൂതുകൾ കേൾക്കുമ്പോൾ അതിനകത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ എന്നോട് ചേർന്ന് ആ വചനം ഒന്നുകൂടെ കേട്ടെ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. നമ്പർ 1, സ്തോത്രം, ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ദൈവമുണ്ട്. ദൈവം കാണുന്ന ദൈവമാണ്. ദൈവം എൻ്റെ അപ്പനാണ്. ദൈവം എന്നെ വീണ്ടെടുത്തു. ആ ദൈവത്തിന്റെ മോനാണ്. ഇത്രയെങ്കിലും വിശ്വസിച്ച മക്കളെങ്കിലും അവകാശികളാ. ചില ദൈവപ്രവർത്തികൾ ദൈവം ചെയ്തു തരും. വല്ലതും കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് നമ്മൾ പെന്തക്കോസുകാർ അല്ലേ അല്ല. ദൈവത്തിന് നമ്മൾ വിശ്വാസികൾ അല്ലേ അല്ല. ദൈവത്തിന് ഒറ്റ ബന്ധമേ ഉള്ളൂ, അപ്പനും മക്കളും എന്നുള്ള ബന്ധമേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഇത് തന്നെ ഏദൻ തോട്ടത്തിൽ തുടങ്ങി ബൈബിൾ അവസാനിക്കുമ്പോൾ വരെയും സ്തോത്രം ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ മക്കളാം, നിങ്ങൾ സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് പിതാ
പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമായി. ഇതേ ദൈവം പറയുന്നുള്ളൂ. കേൾക്കുന്നുണ്ടോ? നമ്മുടെ സ്റ്റാൻഡേർഡെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇന്ന് രാത്രി മാറ്റുവാനുള്ള ഒരു വിശ്വാസം. ഒന്ന് വായൊന്ന് തുറന്നേ, സ്തോത്രം, ഒന്ന് വായൊന്ന് തുറന്നേ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. അപ്പ നന്ദി ഡാഡി എന്നൊക്കെ ഒന്ന് വിളിച്ചേ, അപ്പായി എന്നൊക്കെ ഒന്ന് വിളിച്ചേ. സ്തോത്രം, ഒരു ദൈവം ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. സ്തോത്രം, അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണെന്ന് ഒന്ന് വാ തുറന്നൊന്ന് പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം. ഇത്രയെങ്കിലും പറയണം. പ്ലീസ് പ്ലീസ്. മലയാളം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സബ്കോ മലയാളം ജാൻതാ ഹൈ, മേ വിശ്വാസ് രഖ്താ ഹൈ. സ്തോത്രം, കേൾക്കുന്നുണ്ടോ? ഇനി ഹിന്ദി ആരെങ്കിലും? സ്തോത്രം. അപ്പം ചന്ദ്രിക സിസ്റ്റർ തോടാ ബഹുത്ത് ഹസ്ന ശുരു കിയ. ഞാൻ ഹിന്ദിയിലും ശുശ്രൂഷിക്കും സിസ്റ്ററെ, കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് നോർത്ത് ഇന്ത്യയിലെ 150 പാസ്റ്റേഴ്സിന് സ്തോത്രം ശുശ്രൂഷിക്കാൻ, ഹിന്ദിയിൽ ശുശ്രൂഷിക്കാൻ പോയി. എന്നാൽ കേട്ടോ, സ്തോത്രം, നിങ്ങൾ ചിരിച്ചു. സ്തോത്രം, കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ചോദിച്ചു, പാസ്റ്ററെ എത്രയൊക്കെ ഭാഷ അറിയാം? സ്തോത്രം, ഞാൻ 3-4 ഭാഷയുടെ പേരൊക്കെ പറഞ്ഞു. പക്ഷെ കേട്ടോ, 10ാം ക്ലാസ് വരെ ഈ ഭാഷയിലൊക്കെ തോറ്റു നടന്നവനാ ഞാൻ. കേൾക്കുന്നുണ്ടോ? 10ാം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പം ഒന്നീ ഹിന്ദിക്ക് സ്തോത്രം എന്ത് ചെയ്യും? ഫസ്റ്റിനോ സെക്കൻഡിനോ ചുമന്നവരെ വീഴും. പക്ഷെ ഇപ്പം ഞാൻ പ്രവചിക്കും, ഇപ്പം ഞാൻ ക്ലാസ്സുകൾ എടുക്കും, ഇപ്പം ഞാൻ ഹിന്ദിയിൽ ശുശ്രൂഷിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. സ്തോത്രം. എനിക്ക് ക്രിസ്ത്യാനിത്വം സ്തോത്രം ഒരു മതമല്ല. കേൾക്കുന്നുണ്ടോ? എനിക്കിതൊരു മാറ്റമാണ്. എനിക്കിതൊരു അപ്ഗ്രഡേഷൻ ആണ്. കേൾക്കുന്നുണ്ടോ? അതേപോലെ 100 കണക്കിന് സാക്ഷി എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ വചനം അങ്ങ് കേൾക്കുക. സ്തോത്രം. അപ്പൊ ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. എങ്ങോട്ടാണെന്നറിയോ? എബ്രായ ലേഖനം 11-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ നിന്ന് വരണേ. സ്തോത്രം, ഞാൻ തന്നെ വായിക്കാം. സ്തോത്രം. അതോ ഞാൻ സ്തോത്രം ബ്ലെസ്സി എന്നെ ഒന്ന് വായിച്ച് ഹെൽപ്പ് ചെയ്യുമോ? സ്തോത്രം. ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സസ് 30. നമ്മളെല്ലാം കൂടെ ഒരു കുടുംബമായിട്ടൊന്ന് ഇൻവോൾവ് ചെയ്ത് സ്തോത്രം നമുക്കൊന്ന് ഒന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കുകയൊക്കെ ചെയ്യാമല്ലോ. 11 ഹീബ്രു ചാപ്റ്റർ 11 വേഴ്സസ് 30 ക്വിക്ലി. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ ദൈവവും അത് ഇടിഞ്ഞു വീണു. മതി, താങ്ക് യു. അപ്പൊ ഒരു നിമിഷം എൻ്റെ കൂടെ കേൾക്കണേ. ഇതൊക്കെ വായിക്കാൻ ഭയങ്കര രസമാണ്. എന്തുവാ നമ്മൾ വായിച്ചേ? വിശ്വാസത്താൽ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിശ്വാസത്താൽ. സ്തോത്രം. വേഗം പറഞ്ഞാലേ എനിക്ക് അടുത്ത ഏരിയ കയറാൻ പറ്റൂ. സ്തോത്രം. ഒന്നുകൂടെ ശക്തിയോട് പറഞ്ഞേ, വിശ്വാസത്താൽ. ഒന്ന് പറഞ്ഞേ, താടിയൊന്നും ഇട്ട് ആട്ടാതെ വാ തുറന്ന് പറഞ്ഞേ, വിശ്വാസത്താൽ. സ്തോത്രം. അപ്പൊ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു കാര്യം ചോദിക്കുക. സ്തോത്രം, സ്തോത്രം. ജസ്നി റോബിൻ ശക്തിയോടെ, സ്തോത്രം, ശക്തിയോടെ പ്രതികരിച്ചോ ജസ്നി. സ്തോത്രം. ഈ വചനത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദൈവം ജസ്നിയോടും ഇടപെടും. അപ്പൊ നോക്കിയേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിശ്വാസത്താൽ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, വിശ്വാസത്താൽ. ശക്തിയോടൊന്ന് പറഞ്ഞേ, വിശ്വാസത്താൽ. അപ്പൊ വിശ്വാസത്താൽ എന്ത് ചെയ്തു? അവർ 7 ദിവസം ചുറ്റി നടന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? 1-ാമത്തെ ദിവസം എരിഹോവിനെ ചുറ്റി. വല്ലതും നടന്നോ? ഒരു ഉത്തരവ് ഒന്ന് പറഞ്ഞേ. ഒന്നും നടന്നില്ല പ്രിയമുള്ളവരെ. കേൾക്കുന്നുണ്ടോ? പക്ഷെ ദൈവം ഒരു കണ്ടീഷൻ വെച്ചായിരുന്നു, വാ തുറക്കരുതെന്ന്. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. വാ തുറന്നാൽ 1-ാമത്തെ ദിവസം ഇത് ഫ്ലോപ്പ് ആകുമായിരുന്നു. വല്ലതും കേൾക്കുന്നുണ്ടോ? ഇന്ന് തൊട്ട് ദയവ് ചെയ്ത് ഇതൊക്കെ കേട്ടിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് പറയാതെ, ഡയലോഗ് പറയാതെ, സ്തോത്രം ഒന്നും പറയാതെ വായടച്ചു വെക്കാമെങ്കിൽ ദൈവം പ്രവർത്തിക്കും. വല്ലതും കേൾക്കുന്നുണ്ടോ? അപ്പോൾ 1-ാമത്തെ ദിവസം നടന്നേ, ഒന്നും നടന്നില്ല. ചിലവരൊക്കെ ഒന്ന് മുരടാനൊക്കെ നോക്കി. പക്ഷേ കണ്ടീഷൻ ഉണ്ട്. ജോഷുവാറിന് ആരും മിണ്ടിയേക്കരുത്. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? 2-ാമത്തെ ദിവസം എരിഹോവിന് വല്ലതും മാറ്റം വന്നോ? പറ, ഒന്ന് വാ തുറന്നൊക്കെ പറ. ഇല്ല. വല്ലതും കേൾക്കുന്നുണ്ടോ? ഇതാ വിശ്വാസ ജീവിതം. ഒന്നും കണ്ടിട്ടില്ല. കേൾക്കുന്നുണ്ടോ? കണ്ടിട്ടില്ല. 3-ാമത്തെ ദിവസവും കണ്ടിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മലയാളികളോട് ഇത്രയും പേരെ ആയിരുന്നു ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ സ്തോത്രം, കർത്താവ് തോറ്റുപോയേനെ. കേൾക്കുന്നുണ്ടോ? കാരണം എരിഹോവ് എന്ന് പറയുന്ന മതില് നമ്മുടെ വീടിന്റെ കയ്യാലയല്ല. വചനം പഠിക്കുമ്പോൾ നമ്മുടെ MC റോഡിന്റെ വീതിയാണ് എരിഹോവിനുള്ളത്. വല്ലതും കേൾക്കുന്നുണ്ടോ? പറ, വിശ്വാസത്താൽ പറ. ഒന്ന് വാ തുറന്ന് പറ, വിശ്വാസത്താൽ. അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രതികരിച്ചേ പ്ലീസ്. എന്നോട് ഒന്ന് സഹകരിച്ചേ. വിശ്വാസത്താൽ. ഞാൻ പറയാം, MC റോഡിന്റെ വീതിയുള്ള മതില്, അതിന് മോളിൽ കൂടെ എരിഹോ രാജാവിന്റെ സൈന്യം ചുറ്റി നടക്കുക, രഥം ഓടിച്ചുകൊണ്ട് നടക്കുക. ഇസ്രായേൽ മക്കളെ അകത്തും കയറ്റത്തില്ല പുറത്തും കയറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ 3-ാം ദിവസം ചുറ്റിയോ? ചുറ്റി. എങ്ങനെ ചുറ്റി? വാ തുറന്ന് പറ, വിശ്വാസത്താൽ. ഇന്ന് ഈ ഫെബ്രുവരി 10-ാം തീയതി ചില തീരുമാനം എടുക്കാമോ? നിങ്ങളുടെ മുമ്പിലുള്ള എരിഹോ മതില് എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ കുഞ്ഞായിക്കോട്ടെ, അവരുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, മകളുടെ വിവാഹമായിക്കോട്ടെ, ശരീരത്തിന്റെ രോഗമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾ വിശ്വാസത്താൽ ആ വിഷയത്തെ ഒന്ന് ചുറ്റാൻ തയ്യാറാണോ? സ്തോത്രം. ഇനി 6 ദിവസമുണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ അടുത്ത 6 ദിവസവും നിങ്ങൾ വിശ്വാസത്താൽ വിഷയത്തെ ഒന്ന് ചുറ്റാമോ? ഒരു സ്തോത്രം ചൊല്ലി ചുറ്റാമോ? ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞൊന്ന് ചുറ്റാമോ? ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞൊന്ന് ചുറ്റാമോ? അങ്ങനെയാണെങ്കിൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നോക്ക്, 1-ാം ദിവസം ചലിച്ചില്ല, 3-ാം ദിവസം ചലിച്ചില്ല, പക്ഷെ 4-ാം ദിവസം എഴുന്നേറ്റ് പോയോ? ചുറ്റിയോ? കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഇന്ന് രാത്രി കാണുന്നതല്ല
കാണുന്നതല്ല വിശ്വാസം. കേൾക്കുന്നുണ്ടോ? നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണുന്നതല്ല വിശ്വാസം. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് കാണാതെ വിശ്വസിച്ച് ഈ ദിവസങ്ങൾ ചില സ്റ്റെപ്പ് എടുക്കാമെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങളുടെ മേൽ ചലിക്കുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ജസ്നി റോബിനെ അങ്ങനെ തന്നെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു. കുഞ്ഞെ, നിന്റെ മുമ്പിൽ ചില എരിഹോവുകൾ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. പക്ഷെ അടുത്ത 6 ദിവസം സ്തോത്രം സ്തോത്രം, നീ വിശ്വാസത്താൽ അതിനെ സ്തോത്രം കൊണ്ട് അതിനെ ഒന്ന് ആത്മാവിൽ ചുറ്റി യേശുവിന്റെ നാമത്തിൽ കർത്താവ് ചലിക്കുമെന്നും കർത്താവ് തുറക്കുമെന്നും കർത്താവ് പ്രവർത്തിക്കുമെന്നും അടുത്ത 6 ദിവസം വിശ്വാസത്തിന് വാക്കുകൾ നിന്റെ വിഷയത്തിന് മേൽ പറയാമെങ്കിൽ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ജസ്നിയോട് ശക്തമായി ഇടപെട്ടിട്ട് പറയുന്നു, നിന്റെ മുമ്പിൽ ചില വാതിലുകൾ ദൈവം തുറക്കുമെന്ന്. സ്തോത്രം, വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളുടെ മടുപ്പുകളൊന്ന് മാറട്ടെ. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ കർത്താവ് ഒന്ന് തൊടട്ടെ. ഒന്ന് പ്രതികരിക്കുക. നിങ്ങളുടെ അകത്തിരിക്കുന്ന മനുഷ്യനെ രാവിലെ കേട്ടല്ലോ, ചാകാറായ ശേഷിപ്പുകളെ വൈകിട്ടും ദൈവം വചനത്തിൽ കൂടെ ഉണർത്തുക. 1-ാം ദിവസം നടന്നില്ല, വാ തുറന്ന് ഗ്രഹിച്ചു കേട്ടോ. 2-ാം ദിവസവും മതിൽ വീണില്ല, 3-ാം ദിവസവും മതിൽ വീണില്ല, 4-ാം ദിവസവും വീണില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം മടുപ്പില്ലാതെ 6-ാം ദിവസവും ഒന്നും ചലിക്കാതിരുന്നപ്പോൾ 7-ാം ദിവസം അതിരാവിലെ എഴുന്നേറ്റുകൊണ്ട് കാഹളങ്ങൾ എടുത്തുകൊണ്ട് ദൈവം പറഞ്ഞ വാക്കിനെ അനുസരിച്ചെങ്കിൽ ഇന്ന് രാത്രി ചിലരോട് പറയാ, അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തൻ. ഇന്ന് രാത്രി പറയാണ്, അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ, യേശു പറഞ്ഞു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയുടെ കൂടെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ അവിശ്വാസം കൊണ്ട് നിങ്ങൾ തളർന്നു പോയത് കൊണ്ട് പലതും അഴിഞ്ഞു പോയെങ്കിൽ ഇന്ന് രാത്രികാലം റെജീന ജോർജ് സിസ്റ്ററെ, നിങ്ങൾ കർത്താവിലൊന്ന് ബലപ്പെട്ടെ. നിങ്ങൾ ഭാരപ്പെടാതെ കർത്താവിലൊന്ന് ബലപ്പെട്ടെ. ഇന്ന് രാത്രികാലം കർത്താവ് ഉണ്ട് സിസ്റ്ററെ, നിങ്ങൾക്ക് വേണ്ടി ഇല്ലയോ അവൻ വലത്തുഭാഗത്തിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് പറഞ്ഞ് കർത്താവിനെ ഒന്ന് ചൂടുപിടിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വിഷയം നിങ്ങൾ ഭാരപ്പെട്ട് ഇന്നിരിക്കുന്ന വിഷയത്തിന് മേൽ റെജീന സിസ്റ്ററെ, ഇന്ന് രാത്രി കർത്താവേ, ഈ മകൾക്ക് വേണ്ടി സ്തോത്രം അങ്ങൊന്ന് ചലിക്കണമേ. അവളുടെ ബലഹീനതകളുടെ മീതെ പകരപ്പെടുന്ന ഈ വചനത്തിന്റെ ശക്തി കൊണ്ട് ഇന്ന് രാത്രി സഹോദരി റെജീനയുടെ ജീവിതത്തിലെ എരിഹോവ് പോലെ തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആ വിഷയത്തെ സ്വർഗമെന്ന് തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. രക്തത്താലും വചനത്താലും അടിയന്റെ വായിക്കൊണ്ട് പേര് വിളിപ്പിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഈ 1-ാം ദിവസം അവരെ ഒന്ന് ബലപ്പെടുത്തി, അവരുടെ വിശ്വാസം ഒന്ന് തട്ടി ഉണർത്തി, അവരുടെ ക്ഷീണമൊന്ന് മാറ്റി, അവരോട് പോരാടുന്ന പോരുകളെ ഒന്ന് ശാസിച്ച് സ്വർഗം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ഉപവാസത്തിൽ ഏറ്റവും കാതലായ ഒരു കാര്യം എന്താണെന്നറിയോ? നമുക്ക് വേണ്ടുന്നത് വിശ്വാസമാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയം എന്തുവാട്ടെ, നിങ്ങളൊരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക. എന്നിട്ട് അടുത്ത 6 ദിവസം രാവിലെയും വൈകിട്ടും കേൾക്കുന്ന വചനത്തോടെ ഒന്ന് സ്തുതിക്കാമോ? ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്ത് പറയാം, സ്വർഗം ഇറങ്ങി വരും. കാരണം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുമെന്ന് പറഞ്ഞല്ലോ. ഒരു വ്യക്തിയെ കൂടെ ഞാനൊന്ന് കാണിക്കാം. അതൊക്കെ ഇച്ചിരി കട്ടിയാ കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും വളരാനാ ദൈവം ആഗ്രഹിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. വളരും തോറും നമുക്ക് ടാസ്ക് ദൈവം കൂട്ടി തരും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇത് പക്ഷേ നമുക്ക് ഇഷ്ടമേ അല്ല. കേൾക്കുന്നുണ്ടോ? ഇത് നമുക്ക് ഇഷ്ടമേ അല്ല. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ സ്തോത്രം, ഞാൻ 9 മാസം രാത്രി ടവൽ വായിക്കകത്തി വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച 9 മാസങ്ങളുണ്ട്. അന്ന് ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കർത്താവ് ഈ ദൈവദാസന്മാരെയൊക്കെ ഉപയോഗിക്കുന്നല്ലോ, എനിക്ക് മാത്രം എന്താ ഈ കഷ്ടത? 9 മാസം ഒരു മറുപടിയും തന്നില്ല. പക്ഷേ ഇന്ന് ഞാനൊരു കാര്യം പറയാം. 9 മാസം ഞാൻ കരഞ്ഞെങ്കിലും ഇന്ന് കരഞ്ഞിട്ടൊക്കെ 15 വർഷം കഴിഞ്ഞു. ഇന്ന് അവരുടെയൊക്കെ മുകളിലാ ഞാൻ. കേൾക്കുന്നുണ്ടോ? കാരണം ഞാൻ മുകളിൽ എത്തേണ്ടത് 2 പോയിന്റ് പറയാനല്ല ദൈവം എന്നെ വിളിച്ചത്. ജനത്തിന്റെ കെട്ടും ബന്ധനം അഴിക്കാൻ, സഭകളെ പണിതെടുക്കാൻ, ആർക്കും അഴിക്കാൻ പറ്റാത്തത് എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ ഒരു പീരീഡ് ദൈവം എന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് ഇന്ന് രാത്രി തൊട്ടാവാടികളാകരുത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാ, ഏറ്റെടുക്കുന്ന വിഷയത്തിന് ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചോ. പക്ഷെ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം ടെസ്റ്റ് ചെയ്യും. അതിന് ഞാൻ എബ്രായ ലേഖനം സ്തോത്രം 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് സ്തോത്രം, ഇന്ന് രാത്രികാലം സ്തോത്രം, എനിക്ക്
ജസ്നി ഒന്ന് വായിച്ച് സഹായിക്കാമോ? ഹീബ്രു ചാപ്റ്റർ 11:7 ഒന്ന് വായിച്ച് സഹായിക്കാമോ? സ്തോത്രം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒക്കെ ഒന്ന് ആക്റ്റീവ് ആകണമല്ലോ. സ്തോത്രം. ഹീബ്രു ചാപ്റ്റർ 11:7. മലയാളം അറിയത്തില്ല. എയ്തർ ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി, വാട്ട് എവർ ലാംഗ്വേജ്. വേഗം വേഗം, ക്വിക്ലി. ഓക്കെ. അപ്പൊ ജസ്നി അത് അടുത്ത വചനം ജസ്നി വായിക്കണം, എനി ലാംഗ്വേജ്. അപ്പോഴത്തേക്ക് ലിസി ജോൺ ബാംഗ്ലൂർ സിസ്റ്റർ ഒന്ന് വായിച്ചു സഹായിക്കാമോ? ഹീബ്രു ചാപ്റ്റർ 11:7. അൺമ്യൂട്ട് ആയില്ല. സ്തോത്രം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ലോകത്തെ കുറ്റം വിധിച്ചു. മതി. താങ്ക് യു. അപ്പൊ ഇന്ന് രാത്രി കേൾക്കണം, വിശ്വാസത്തിന് ഘട്ടങ്ങളുണ്ട്, ഗ്രേഡുകളുണ്ട്. നമ്മൾ എപ്പോഴും ഇന്ന് പ്രാർത്ഥിച്ച ഇന്ന് രാത്രി പൊഴിക്കണമെന്നൊന്നും പറഞ്ഞാൽ ചില വിഷയങ്ങളുടെ മേൽ ദൈവം ചെയ്തു തരത്തില്ല. അപ്പൊ ഇത് നോക്കിയേ, വിശ്വാസത്താൽ നോഹ. എല്ലാവരും ഒന്ന് പറയാമോ? വിശ്വാസത്താൽ നോഹ ഒന്ന് പറഞ്ഞേ. ആശാ പുന്നു സിസ്റ്റർക്ക് ഒന്ന് ശക്തിയോട് വാ തുറന്ന് പറഞ്ഞേ, വിശ്വാസത്താൽ നോഹ. ബെൻഡിക് ബ്രദർ ഒന്ന് ശക്തിയോട് പറഞ്ഞേ, വിശ്വാസത്താൽ നോഹ. അപ്പൊ ചോദ്യം, ഞാൻ കർത്താവിനോട് വൈകിട്ടിരുന്ന് ചോദിച്ചേ, ഉച്ചയ്ക്ക് ഞാൻ 4 വീണ്ടും ഈ വചനം എടുത്തു. കാരണം ഞാനും ഇതൊക്കെ പഠിക്കുകയാണല്ലോ, നമുക്കും വളരണമല്ലോ. സ്തോത്രം. അപ്പൊ ചോദിച്ചു, കർത്താവെ വിശ്വാസത്താൽ നോഹ. അപ്പം ഞാൻ എല്ലാവരോടും ചോദിക്കട്ടെ, വിശ്വാസത്താൽ നോഹ എന്ത് ചെയ്തു? ഒരു പെട്ടകം തീർത്തു. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര വർഷം എടുത്തു പെട്ടകം തീർക്കാൻ? സ്തോത്രം. ഇതൂടൊക്കെ ഒന്ന് ചിന്തിക്കണം. വിശ്വാസത്താൽ നോഹ എന്ത് ചെയ്തു? സ്തോത്രം, പെട്ടകം തീർന്നു. അപ്പൊ ഈ നോഹ പെട്ടകം പണിയാൻ തുടങ്ങിയപ്പം നോഹയ്ക്ക് പിള്ളേരില്ല. വല്ലതും കേൾക്കുന്നുണ്ടോ? സ്തോത്രം. അപ്പൊ തടിയൊക്കെ നോക്കാൻ പോയി. കർത്താവ് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞ പ്രകാരം തടി മുറിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു ആങ്കൊച്ചുണ്ടായി. വല്ലതും കേൾക്കുന്നുണ്ടോ? സ്തോത്രം. പക്ഷേ തടി അവിടെ കിടക്കുന്നേ ഉള്ളൂ, പെട്ടകമൊന്നും ആയിട്ടില്ല. വല്ലതും കേൾക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ സ്തോത്രം അടുത്ത തലമുറയുണ്ടായി. പിന്നെ പിള്ളേരൊക്കെ വളരുക. അന്നേരം പിള്ളേർ ചോദിച്ചു, അപ്പൊ ഇതെന്ത്, ഈ പ്ലാൻ എന്തുവാ? അപ്പൊ അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, മക്കളെ ദൈവം എന്നോട് പറഞ്ഞു നീ ഒരു പെട്ടകം ഉണ്ടാക്കാൻ. വല്ലതും കേൾക്കുന്നുണ്ടോ? ഈ പെട്ടകത്തിന്റെ പണികൾ നടക്കുമ്പോൾ കൊച്ചുങ്ങൾ വളർന്നു കയറി, കല്യാണപ്രായമായി, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു. പക്ഷേ പുള്ളി പെട്ടകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എത്ര വർഷം എടുത്തെന്നറിയോ? ഇന്ന് രാത്രി ഞാൻ ചരിത്രം എടുത്തു വെച്ച് നോക്കിയപ്പോൾ 50 മുതൽ 75 വർഷം എടുത്തു പെട്ടകമുണ്ടാക്കി തീർക്കാൻ. ഹലോ, ഇന്ന് രാത്രി വല്ലതും കേൾക്കുന്നുണ്ടോ? മഴ കണ്ടോ? വെള്ളം കണ്ടോ? മാനസാന്തരം കണ്ടോ? പക്ഷെ ഇന്ന് രാത്രി നോഹ മരിച്ചിട്ട് വർഷങ്ങളായിട്ടും നമ്മുടെ ഇടയിൽ വിശ്വാസത്തിന് വേണ്ടി നിന്നവനെ ദൈവം സാക്ഷിയാക്കി. നമ്മുടെ ഈ മലയാളി ഹൃദയത്തോട് ദൈവം പറയാ, കുഞ്ഞേ, ആദ്യം നീ പ്രാർത്ഥിക്കുമ്പോൾ പനി മാറ്റിത്തരും. രണ്ടാമത് നീ മാറ്റുമ്പോൾ നിന്റെ വയറുവേദന മാറ്റിത്തരും. മൂന്നാമത്തെ പ്രാർത്ഥനയിൽ നിന്റെ കൊച്ചിന് അഡ്മിഷനൊക്കെ തരും. പക്ഷെ 4ാമത്തെ ഗ്രേഡ് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ 1 വർഷം കൊണ്ടൊന്നും തരത്തില്ല. വല്ലതും കേൾക്കുന്നുണ്ടോ? ഇന്ന് ഞാനും കേട്ടൊരു ദൈവശബ്ദത്തിൽ എൻ്റെ പെൺകുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുക. 12ാം ക്ലാസ് കഴിഞ്ഞ് 2 വർഷമായിട്ട് ഞാൻ കേട്ട ദൈവശബ്ദത്തിന് അവൾ പഠിക്കുക. പക്ഷെ ഒരു ചലനവും ഞാൻ കാണുന്നില്ല. പക്ഷെ വൈകിട്ട് ദൈവം എന്നോട് പറഞ്ഞു, സ്തോത്രം, വിശ്വാസം എന്ന് പറയുന്നതിന് നീ വില കൊടുക്കേണ്ടി വരും. കാരണം ഈ വിശ്വാസത്തിന്റെ പദ്ധതി വലുതാണെങ്കിൽ, ആത്മാവ് പറയുന്നത് കേൾക്കാമെങ്കിൽ കേട്ടോ, ദൈവാത്മാവ് പെട്ടെന്ന് പറയാ, ദൈവം നിന്നോട് തന്ന വാഗ്ദത്തം വലുതാണെങ്കിൽ നീ ചില വർഷങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം എന്താണെന്നറിയോ? നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭാര്യ ചോദിക്കാം, ഭർത്താവ് ചോദിക്കാം, പള്ളിക്കാരി ചോദിക്കാം, എന്ന് ചോദിക്കുമ്പോഴും നിരാശപ്പെടാതെ പറയണം, സ്തോത്രം, ഞാൻ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ അപ്പുറത്ത് ഞാൻ കാണാത്തടുത്ത് ദൈവം എന്ത് ചെയ്യുക? സ്തോത്രം, തന്റെ പദ്ധതി ഒരുക്കുക എന്ന് പറഞ്ഞിട്ട് ദൈവം അത് കേട്ടിട്ട് പ്രസാദിപ്പിക്കാൻ. വല്ലതും കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ വായിലെ നെഗറ്റീവ് കേട്ടാൽ, നിങ്ങളുടെ വായിലെ സംശയം കേട്ടാൽ ദൈവം നിങ്ങളിൽ പ്രസാദിക്കത്തില്ല. ഇന്ന് ആ വാക്ക് കണ്ടോ? വിശ്വാസത്താൽ നോഹ. വാ തുറന്നൊന്ന് പറ, വിശ്വാസത്താൽ നോഹ. 2025 നീ കരഞ്ഞ വിഷയം ദൈവം മറന്നിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി
വേണ്ടുന്നത് നിന്റെ ഹൃദയം ആ വാഗ്ദത്തം പ്രാപിക്കാൻ ഒരു വിശ്വാസത്താൽ ഒന്ന് നിറയണം. ബലം കേൾക്കുന്നുണ്ടോ? പണ്ട് സ്തോത്രം PG വർഗീസ് അങ്കിളൊക്കെ പറയുന്ന പോലെ വിശ്വാസത്താൽ പ്രഗ്നന്റ് ആയി നിങ്ങൾ കാണ്. ബലം കേൾക്കുന്നുണ്ടോ? PG വർഗീസ് അങ്കിളിന്റെ ഭാഷയാണ്. പ്രാർത്ഥിക്കാൻ നേരം പറയും അതൊരു പെൺകുഞ്ഞ. ബലം കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് കടയിൽ പോയി എന്ത് ചെയ്യണം? സ്തോത്രം പെൺകുഞ്ഞിന്റെ ഒരു ഡ്രസ്സ് മേടിക്കാൻ പുള്ളി പറയും. കാരണം എന്താണെന്നറിയോ? നമ്മൾ മലയാളികളെ ഒരു വല്ലാത്ത തലച്ചോറ് നമ്മുടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, സ്തോത്രം, ഈ വചനം ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. സ്തോത്രം, ദൈവം പറഞ്ഞ വാക്ക് ദൈവം മാറ്റുകയില്ല. പക്ഷെ നിനക്ക് വിശ്വാസമുണ്ടോ? നിനക്ക് പ്രാപ്തിയായോ? നിനക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിവായോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം താമസിപ്പിക്കുകയല്ല. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവം താമസിപ്പിക്കുകയല്ല. പക്ഷെ ഈ ഒരു കാര്യം തന്നാൽ നിനക്കതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് ദൈവം നോക്കുമ്പോൾ നിനക്ക് പ്രാപ്തി വന്നില്ല. കേൾക്കുന്നുണ്ടോ? അതാ ദൈവം ആ കാര്യം ഏൽപ്പിക്കാത്തത് ഇന്ന് രാത്രികാലം. അതുകൊണ്ട് വിശ്വാസത്താൽ എന്ത് ചെയ്തു? നോഹ എന്ത് ചെയ്തു? സ്തോത്രം, 50-നും 75 വർഷത്തിനും ഇടയിൽ ഒരു പെട്ടകമുണ്ടാക്കുക. എന്തിനാ? മഴ പെയ്യും. കേൾക്കുന്നുണ്ടോ? അന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല, പക്ഷെ മഴ പെയ്യും. വിശ്വാസത്താൽ നോഹ, അപ്പോഴും നോഹ കാണുകയാണ്, സ്തോത്രം, മഴ പെയ്യുക മാത്രമല്ല, സ്തോത്രം, പെട്ടകം പൊങ്ങും. കേൾക്കുന്നുണ്ടോ? സ്തോത്രം, അതും വിശ്വാസത്താൽ. കേൾക്കുന്നുണ്ടോ? ന്യായവിധിക്കായിട്ട് ദൈവം ജാതികളെ മുഴുവൻ കൊല്ലും. സ്തോത്രം, അതും വിശ്വാസത്താൽ. അങ്ങനെ പണി തീർന്ന നോഹ, സ്തോത്രം, വിശ്വാസത്താൽ നിന്നപ്പോൾ പെട്ടകത്തിന്റെ സ്തോത്രം, ആ പേടകത്തിന്റെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ നോക്ക്, ആന പോലും സ്തോത്രം നടന്നതിനകത്ത് വരുന്നെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വാസത്താൽ ഉറച്ചു നിൽക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയാ, നിന്റെ വിഷയത്തിന്റെ മറുപടി നിന്നെ തേടി നിന്റെ വീട്ടിൽ വരും. കാരണം എന്താണെന്നറിയോ? അകം മൊത്തം വിശ്വാസം, കിടക്കുന്നത് വിശ്വാസത്താൽ, നടക്കുന്നത് വിശ്വാസത്താൽ, കണ്ണിനകത്ത് വിശ്വാസം, ഹൃദയത്തിൽ വിശ്വാസം. സ്തോത്രം, ഇന്ന് രാത്രി, ഹലോ, ഇത് തുടക്കത്തിൽ കേൾക്കാൻ പറ്റാത്തവരോട് ഞാൻ പറയാ, വിശ്വാസം ഒരു വരമാണെന്ന് നമ്മൾ തുടക്കത്തിൽ കേട്ടു. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇന്ന് രാത്രികാലം, ഇന്ന് പ്രിയമുള്ളവരെ കേൾക്കുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 17:5 എടുത്ത് പ്രാർത്ഥിക്കണം. കേൾക്കുന്നുണ്ടോ? സ്തോത്രം, ലൂക്കോസ് 17:5 കാണാതെ എടുത്ത് പ്രാർത്ഥിക്കണം. എന്താ? അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടിട്ട് 30 വയസ്സ് കഴിഞ്ഞില്ലേ? ഒരിക്കലെങ്കിലും ഒരു ദിവസം ഈ വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഇന്ന് രാത്രികാലം, സ്തോത്രം, LC ജോണിനോട് പരിശുദ്ധാത്മാ പറയുന്നു, ലൂക്കോസ് 17:5 എടുത്തു വെച്ച് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ എല്ലാവരും വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യണം. കേൾക്കുന്നുണ്ടോ? അത് തരണേ, ഇത് തരണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. കേൾക്കുന്നുണ്ട്? ഇതൊരു വരമാണ്. ഇത് വചനം കേട്ടാലേ വർദ്ധിക്കത്തുള്ളൂ. ഇത് വർദ്ധിപ്പിച്ചു തരുന്നത് കർത്താവാണ്. ഈ 3 കാര്യങ്ങൾ ഇന്ന് രാത്രി കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടോട്ടെ. സ്തോത്രം, 33-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 11:33 പറയുന്നു, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. കേൾക്ക്, വിശ്വാസത്താൽ. ഇന്ന് രാത്രി ഇതൊക്കെ ഒന്ന് വായിക്കാമോ? എനിക്ക് വയ്യാവാശ്രയെന്നും എന്റെ ജീവിതം പോയെന്നും പറയാതെ എബ്രായ ലേഖനം 11 എടുത്ത് വഴി അടഞ്ഞിരിക്കുമോ വാ തുറന്നൊന്ന് വായിക്ക്. വിശ്വാസത്താൽ. കേൾക്കുന്നുണ്ടോ? ഇതിനകത്തിൽ എനിക്കും പറയാൻ പറ്റാം, വിശ്വാസത്താൽ ഞാൻ ആഫ്രിക്കയിലെത്തി, വിശ്വാസത്താൽ ഞാൻ മിഡിൽ ഈസ്റ്റിൽ പോയി, വിശ്വാസത്താൽ ഞാൻ നാട്ടിൽ വന്നു, വിശ്വാസത്താൽ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വിശ്വാസത്താൽ ചിലവരുടെ മേൽ കൈവച്ചു, വിശ്വാസത്താൽ ചിലവർക്ക് പുതിയ അവയവങ്ങളെ ദൈവം കൊടുത്തു, വിശ്വാസത്താൽ ചിലവരുടെ നടക്കാത്ത വിവാഹം നടന്നു, വിശ്വാസത്താൽ കഴിഞ്ഞ വർഷവും 8-9 പേരുടെ ഗർഭപാത്രം തുറപ്പിക്കാൻ ദൈവം എന്നെ കരത്തിലെടുപ്പിച്ചു. ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് പ്രിയമുള്ളവരെ? നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതുകൊണ്ട് ഇന്ന് രാത്രികാലം തീർന്നില്ല. ഇതിനകത്ത് സ്ത്രീകളുണ്ടല്ലോ. 35-ാമത്തെ വാക്യം, സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കുക. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. വല്ലതും കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി വിശ്വാസത്താൽ രേഹാബിന്, സ്തോത്രം, എന്ത് ചെയ്തു? ഇസ്രായേൽ പൗരത്വം കിട്ടി, ഒരു കുഞ്ഞിനെ കിട്ടി. ഹലോ, കേൾക്കുന്നുണ്ടോ? വിശ്വാസത്താൽ സാറയ്ക്ക് എന്ത് കിട്ടി? പുത്ര ഉൽപാദനത്തിന് ശക്തിയില്ലാത്ത സാറയ്ക്ക് ശക്തി ലഭിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ പറ, വിശ്വാസത്താൽ ദെബോറ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വാസ
വിശ്വാസത്താൽ ഗിദെയോൻ, വല്ലതും കേൾക്കുന്നുണ്ടോ? വിശ്വാസത്താൽ എലീശ യോർദാന്റെ മേൽ അടിച്ചു. നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് ഇന്ന് രാത്രി ഉപവാസത്തിന് കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? സ്തോത്രം, വിശ്വാസം വേണം. അങ്ങനെയുള്ളവർ ഉപവസിച്ചാലേ വിടുതൽ കിട്ടത്തുള്ളൂ. കേൾക്കുന്നുണ്ടോ? 7 ഇരുന്നിട്ട് കാര്യമില്ല, 14 21 ഇരുന്നാൽ ചിലത് ചലിക്കത്തില്ല. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം വേണം. അതുകൊണ്ട് ഉപവസിക്കുന്ന ദൈവ പൈതലേ, ഒരു വിഷയത്തിന് ഉപവസിക്കാൻ നീ തീരുമാനിച്ചാൽ നിനക്ക് വിശ്വാസം വേണം. എന്റെ ഉപവാസത്തിൽ ദൈവം ഇറങ്ങി വരുമെന്നും, എന്റെ ഉപവാസത്തിന് മറുപടി തരുമെന്നും, എന്റെ ഉപവാസത്തിൽ അത്ഭുതം നടക്കുമെന്നും, എന്റെ ഉപവാസത്തിൽ ദൈവം വാതിൽ തുറക്കുമെന്നും, എന്റെ ഉപവാസത്തിൽ ദൈവം എന്നോട് ഇടപെടുമെന്നും ഇന്ന് രാത്രി വിശ്വാസമുണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തെ മാറ്റട്ടെ. അതുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷിച്ച എന്റെ വിശ്വാസത്തെ ഇനിയും വൻ കാര്യങ്ങൾ ചെയ്യുവാനും കേട്ട ഇവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഇതിനകത്ത് ധാരാളം സഹോദരിമാരുണ്ടല്ലോ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, ഇവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. ചില രക്ഷിക്കപ്പെടാതിരിക്കുന്ന ജീവിതങ്ങൾ, സ്വത്രം ഭർത്താക്കന്മാരുള്ളവർ ഇതിനകത്തിലുണ്ടല്ലോ, അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ചില കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ലല്ലോ, അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ചില കുഞ്ഞുങ്ങളുടെ വിവാഹം സ്തോത്രം നടക്കാതെ തടസ്സമാണല്ലോ, ഇന്ന് രാത്രി ആ തടസ്സം മാറുമെന്ന് വിശ്വസിക്കട്ടെ. ചില ഗർഭപാത്രങ്ങൾ ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുക. കേട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് എടുക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ഡിവൈസിലുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. എന്നോട് പറഞ്ഞ ദൂതനായി സ്തോത്രം. ഇന്ന് രാത്രി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കും. വാ തുറന്ന് പ്രാർത്ഥിക്കുമ്പോഴേ വിശ്വാസമുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കാലം കർത്താവേ സ്തോത്രം, കൊച്ചുമോൻ ബ്രദറിന്റെ മേൽ ഒരു വിശ്വാസം ചലിച്ചു തുടങ്ങട്ടെ. ഓ സ്തോത്രം, വിശ്വാസം ചലിച്ചു തുടങ്ങട്ടെ, വിശ്വാസം ചലിച്ചു തുടങ്ങട്ടെ, വിശ്വാസം ചലിച്ചു തുടങ്ങട്ടെ. അത് തലമുറ സംബന്ധമായ കർത്താവേ പൈതങ്ങളുടെ ചില വിഷയങ്ങളുടെ മേൽ നിന്റെ മകൻ ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. അബ്രഹാമിന്റെ വിശ്വാസം കണ്ട് ഇസഹാക്ക് സ്തോത്രം, സ്തോത്രം, ഓ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് സ്തോത്രം പ്രഗ്നന്റ് ആയി. ഓ സ്തോത്രം, ഹല്ലേലൂയ. അപ്പൻ വിശ്വാസത്താൽ ക്ഷാമം വന്നപ്പോൾ ഓടിപ്പോയപ്പോൾ മകൻ വിശ്വാസത്താൽ സ്തോത്രം ഗെരാറിൽ നിന്നതുപോലെ ഇന്ന് രാത്രിക്കാലം കൊച്ചുമോൻ ബ്രദറിന്റെ മേൽ ഒരു വിശ്വാസം വർദ്ധിക്കട്ടെ. ഈ ദിവസങ്ങളിൽ തന്നെ പ്രാർത്ഥന വർദ്ധിക്കട്ടെ. അങ്ങനെ തന്റെ കുടുംബത്തിനകത്തിലെ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ശക്തിയോടെ മകന്റെ മേൽ ഇറങ്ങട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. വിശ്വസിക്കുന്നവരുണ്ട്, വാ തുറന്നു. വിശ്വസിച്ചു വാ തുറന്നാലേ ദൈവപ്രവൃത്തി നടക്കൂ. ഇന്ന് രാത്രി കർത്താവേ, ഈ വചനം, ഈ ദൂത് ഞാൻ ഇവിടെ മുദ്രയിടുന്നു. അങ്ങടിയന്റെ അടുത്ത് പറഞ്ഞല്ലോ, ഉപവസിക്കുന്നവർക്ക് ആദ്യം വേണ്ടുന്നത് വിശ്വാസത്തിന്റെ മാറ്റമാണ്. മിനി മാത്യുവിനെ കർത്താവ് തൊടുമാറാകണമേ. ഇന്ന് രാത്രികാലം കർത്താവേ, മകളായിരിക്കുന്നിടത്ത് ഈ വിശ്വാസം ചലിക്കട്ടെ, വിശ്വാസം ചലിക്കട്ടെ. തടയപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങൾ മിനിസിസ്റ്ററെ ദൈവത്തിന്റെ ആത്മാവനെ പെട്ടെന്നൊന്ന് കാണിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് രാത്രികാലം അവൻ എത്ര തടഞ്ഞാലും വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ തടയുന്നവനെ സ്വർഗം ശാസിച്ചുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില നന്മകളുമായിട്ടുള്ള വിഷയത്തിൽ തടയപ്പെട്ട് കിടക്കുന്നത് ദൈവത്തിന്റെ ആത്മാവനെ കാണിക്കുന്നു. ഇന്ന് രാത്രി മിനിസിസ്റ്റർ ശക്തിയോടെ പ്രാർത്ഥിച്ചോ, വിശ്വാസത്താൽ സ്തോത്രം, ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. അപ്പൊ പ്രിയമുള്ളവരെ, സ്തോത്രം, സമയത്തിന് പരിധി ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സ്തോത്രം അവിടെ നിൽക്കുന്നില്ല. അപ്പൊ ഇന്ന് രാത്രികാലം സ്തോത്രം, നമ്മൾ കേട്ട വചനം എന്താ? ഉപവസിക്കുന്നവർക്ക് വിശ്വാസം വേണം. കേൾക്കുന്നുണ്ടോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മർക്കോസ് 11:24 സ്തോത്രം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടാ, പെട്ടെന്ന് കയറി വന്നപ്പോൾ അവിടെ പറയുന്ന വചനം നിങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? മർക്കോസ് 11:24 സ്തോത്രം. ഞാൻ അടുത്ത ഏരിയയിലേക്ക് കടക്കാൻ പോവുകയാണ്. സ്തോത്രം. മാർക്ക് 11:24. മാർക്ക് 11:24. ആരെങ്കിലും എടുത്തെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ വായിക്കാം. നോക്കൂ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. മതി. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കണ്ടോ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. കേൾക്കുന്നുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു വിഷയം ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ മതി.
എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? എല്ലാ ദിവസവും സ്തോത്രം ചെയ്യണം. കർത്താവെ, അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, അങ്ങയുടെ ഹിതം വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. വല്ലതും കേൾക്കുന്നുണ്ടോ? അതല്ലാതെ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. കർത്താവെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ഇന്ന് രാത്രി വചനം കേട്ടപ്പോൾ കർത്താവ് ചലിച്ചു തുടങ്ങിയെന്ന് വിശ്വസിപ്പീൻ. പേര് വിളിച്ചവരുടെ മേൽ ദൈവത്തിന്റെ കരം ചലിച്ചു എന്ന് വിശ്വസിപ്പീൻ. എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. വല്ലതും കേൾക്കുന്നുണ്ടോ? ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി നമ്മൾ അറിയണം പ്രിയമുള്ളവരെ. സ്തോത്രം. നോക്ക്, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. അപ്പൊ വിശ്വസിക്കാഞ്ഞത് കൊണ്ടാ നിങ്ങൾക്ക് മറുപടി കിട്ടാഞ്ഞത്. ഹലോ, വിശ്വസിക്കാഞ്ഞത് കൊണ്ടാ നിങ്ങളുടെ വീട്ടിൽ വിടുതൽ നടക്കാഞ്ഞത്. അപ്പൊ ഇന്ന് രാത്രി ഇത് ഏറ്റെടുക്കണം. ഞാൻ ഈ വചനം ഒരിക്കലും മറക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? സ്തോത്രം, നട്ടലിന് സ്തോത്രം ഡാമേജ് ആയിപ്പോയി ഒരു പെൺകുട്ടിയുടെ. സ്തോത്രം, അന്ന് അവൾക്ക് 23 വയസ്സുണ്ട്. അപ്പൊ വെയിറ്റ് ഇട്ട് കിടക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു, നീ കല്യാണം കഴിക്കരുത്. ഡോക്ടർമാർ പറഞ്ഞു, നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. നീ സ്തോത്രം ഇങ്ങനെ ബെഡേ കുറെ നാൾ കിടക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവെ, ഞാൻ പോയ വല്ലതും നടക്കുമോ? അങ്ങേക്ക് സൗഖ്യമാക്കാൻ വല്ല ഹിതമുണ്ടോ? സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ കർത്താവ് എനിക്ക് അന്ന് ഈ കാണിച്ചു തന്ന വചനമാണ്, നീ പോകണം, നീ കൈവെക്കണം, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളെ എഴുന്നേൽപ്പിക്കും. ദൈവം പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പോയി ആ പെൺകുട്ടിയോട് ഈ വചനം, അസംബ്ലീസ് ഓഫ് ഗോഡുകാരിയാണ്, ഞാൻ ഈ വചനം പറഞ്ഞ് അവളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. ഞാൻ അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പോന്നു. 3-ാം ദിവസം ദൈവം അവളെ എഴുന്നേൽപ്പിച്ച സ്തോത്രം വീട്ടിൽ പറഞ്ഞു വിട്ടു. ഇന്ന് രാത്രി വല്ലതും കേൾക്കുന്നുണ്ടോ? ഹലോ, വല്ലതും കേൾക്കുന്നുണ്ടോ? ഹലോ, നിങ്ങൾ ചലിക്കുന്നില്ല, നിങ്ങളുടെ വിശ്വാസമൊന്നും ഇതുവരെ വർദ്ധിച്ചിട്ടില്ല. വല്ലതും കേൾക്കുന്നുണ്ടോ? 3-ാം ദിവസം അവൾ എഴുന്നേറ്റ് വീട്ടിൽ പോയി. ഇന്ന് സ്തോത്രം ദുബായില് ഗവൺമെന്റ് സർവീസിൽ ജോലിയായിരിക്കുന്നു. വിവാഹം കഴിഞ്ഞു. വലിയ 2 പിള്ളേരുണ്ട്. സ്തോത്രം. മേബി അവർക്ക് ഇപ്പൊ 10-12 ഒരു 14 വയസ്സെങ്കിലും കഴിഞ്ഞു കാണും. വല്ലതും കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ. ഇന്ന് രാത്രി വീനസ് ഒരു ചോദ്യം. സ്തോത്രം, ഒരിടത്ത് സ്തോത്രം പിശാച് ജീവിതങ്ങളെ ബന്ധിക്കുമ്പോൾ മറു സൈഡ് വിശ്വാസത്തോടെ ഇന്ന് കൈവെക്കാൻ ദൈവത്തിന് ആൾക്കാരെ വേണം. വല്ലതും കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഇതിനകത്ത് ശുശ്രൂഷിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. സ്തോത്രം, വിശ്വാസത്താൽ കൈവെക്കാൻ ദൈവത്തിന് ആൾക്കാരെ വേണം. ഇനി നിങ്ങൾ പാസ്റ്ററുമല്ല, പാസ്റ്ററിന്റെ ഭാര്യയല്ല, ഒരു അപ്പനും അമ്മയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു വിഷയം ഏറ്റെടുത്ത് കൈവെക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇന്ന് രാത്രി ചോദ്യം, ധൈര്യമുണ്ടോ? സ്തോത്രം. അതാ നോക്ക്, നിങ്ങൾ മാർക്ക് 11:24 സ്തോത്രം, നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു. പിന്നെ നിങ്ങൾ എന്തേ ചെയ്യാവൂ? ആമേൻ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ വളരെ വേഗം വിഷയത്തിന് മറുപടി വരും. ഒന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം. ജൂലിയ റോസ് കേൾക്കുന്നുണ്ടോ? മാർക്ക് 11:24 പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ജൂലിയ റോസസിനോട് ആലോചന പറയുന്നു. സ്തോത്രം. ചിലതൊക്കെ ഇന്ന് തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ആമേൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. സ്തോത്രം. നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ഉപവാസത്തിലെ 1-ാമത്തെ 8:45 ആയി കഴിഞ്ഞു. എനിക്കിനി 2 വിഷയം ഒന്ന് തൊടാനുമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ അകത്ത് ഇത്രയെങ്കിലും കയറിയാൽ മതി. ഒത്തിരി ഒന്നും കയറിയില്ലെങ്കിലും സ്തോത്രം, ഒത്തിരി ഒന്നും പാസ്റ്ററെ ഭയങ്കരമായിരുന്നൊന്നും പറഞ്ഞില്ലേലും ഈ കൊച്ചു വിശ്വാസമെങ്കിലും കിട്ടിയിട്ട് ചില സാക്ഷ്യങ്ങളൊക്കെ വല്ലതും നടക്കുവാന്നേ. വീനസ് സിസ്റ്ററെ, എനിക്കൊരു സ്തോത്രം അവർ പറയുന്ന ടെസ്റ്റ് മണി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടിരിക്കണേ. കാരണം സ്തോത്രം, ഇത്രയും നേരം 3/4 മണിക്കൂറൊക്കെ ഇത്രയും മൽപ്പിടുത്തമൊക്കെ നടത്തിയതല്ലയോ. സ്തോത്രം. ആർക്കെങ്കിലും ഒരു വിടുതൽ കിട്ടി കഴിയുമ്പോൾ പാസ്റ്ററെ പേരിത് സ്തോത്രം, നമ്പർ ഒന്നും തരല്ലേ. സ്തോത്രം. അവർക്ക് നമ്പർ കൊടുക്കല്ലേ. എനിക്ക് ആ ടെസ്റ്റ് മണി മാത്രം ഒന്ന് ഇട്ട് തന്നാൽ മതി. അപ്പോഴേ എനിക്കൊരു ബലമാകുമല്ലോ. തന്ന വചനം കർത്താവേ അങ്ങ് പ്രവർത്തിക്കുന്നുണ്ട്, മുന്നോട്ട് ഓടാനൊരു ധൈര്യമാകുമല്ലോ. അപ്പൊ നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്കൊന്ന് ഓടി കയറാൻ പോവുകയാണ്. നമ്മുടെ കുറിവാക്യത്തിലേക്കൊന്ന് മടങ്ങി വരാം. സ്തോത്രം. നമ്മുടെ കുറിവാക്യം എന്ന് മാത്യു 17:21 ആണ്. ഓക്കെ, ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് ആ വചനം ശുശ്രൂഷിക്കുന്നത്. മാത്യു 17:21 പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. ഓക്കെ, അപ്പം കടുകുമണിയോളം എന്ത് വേണം? വിശ്വാസം വേണം. നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല. അപ്പൊ ഇത്രയും കഴിഞ്ഞ് വിശ്വാസമാണ് ആദ്യത്തെ പാർട്ട്. ഉപവാസത്തിന്റെ ആദ്യത്തെ പാർട്ട് വിശ്വാസം. ഇനി അടുത്ത കണ്ടോ, എങ്കിലും പ്രാർത്ഥനയാലും. അപ്പൊ നമ്മൾ ഇനി പ്രാർത്ഥനയെ പറ്റി ഒന്ന് തൊടുക. ലോങ് സബ്ജക്റ്റാ, എന്നാലും ദൈവം എനിക്ക് തന്ന വെളിപ്പാടിൽ ഇന്ന് തന്ന ചില കാര്യങ്ങൾ മാത്രം അവിടെ നിന്ന് തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഉപവസിക്കുന്ന ആൾക്ക് ആദ്യം എന്ത് വേണം? വിശ്വാസം വേണം. എല്ലാവരും ഒന്ന് പറയാമോ? എന്ത് വേണം? ഹലോ, വായെന്ന് തുറന്ന് ശക്തിയോടെന്ന് പറഞ്ഞേ. വിശ്വാസം വേണം. രണ്ടാമത് ഉപവസിക്കുന്ന ആളിന് എന്ത് വേണമെന്നറിയോ? പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പം ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, നമ്മൾ മർക്കോസ് 11:24 പറഞ്ഞു. എന്തുവാ നമ്മൾ പറഞ്ഞേ? ആകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ നമുക്കൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. കേൾക്കുന്നുണ്ടോ? അപ്പൊ വിശ്വാസത്തിൽ ബലപ്പെട്ടാൽ ആ വിശ്വാസത്തിൽ നിന്ന് ഉരുവായി വരേണ്ടതാണ് എന്ത്? പ്രാർത്ഥന. കേൾക്കുന്നുണ്ടോ? വിശ്വാസം വർദ്ധിക്കുമ്പോൾ
അത് ആക്ഷനായിട്ട് മാറുന്നതിന്റെ പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? വിശ്വാസമില്ലാതെ 10 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല, അത് ജൽപ്പനമായി മാറും. അപ്പൊ ഇന്ന് തൊട്ടേ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോഴേ, ഈവൻ കുടുംബജീവിതത്തിൽ പോലും സ്തോത്രം പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഇന്ന് കർത്താവ് ചിലതൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ ഒരു അകത്തൊരു വിശ്വാസം വന്നിട്ടേ പ്രാർത്ഥിക്കാൻ ഇരിക്കാവൂ. കേൾക്കുന്നുണ്ടോ? ചുമ്മാതെ കുത്തിയിരുന്ന കരയല്ലേ. അപ്പൊ നമുക്ക് ഈ പ്രാർത്ഥനയെ കുറച്ചുകൂടെ ഒന്ന് അടുത്തറിയാം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകും. ദൈവം എന്നോട് പറഞ്ഞു ഇതാണ് ജനത്തിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തരും. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം സ്തോത്രം 3-ാം വാക്യം. അടൂർക്കാർ ധാരാളം പേര് കയറുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബിജു എസ് അടൂർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനും അടൂർ സ്വദേശി കേട്ടോ. സ്തോത്രം. ഇടയ്ക്ക് 3-4 പേരൊക്കെ കയറുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം സ്തോത്രം. 1 യോഹന്നാൻ 1:3 പറയുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ഹലോ, വല്ലതും കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നവർക്കൊരു ബന്ധം വേണം ദൈവത്തോട്. ഹലോ, വലിയ ആമേനും തലയാട്ടിലും ഒന്നും കണ്ടില്ല. ഒന്നുകൂടെ പറയാം, ചുമ്മാതെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തു വേണം? ആരോടാ പ്രാർത്ഥിക്കുന്നത് അവരുമായിട്ട് നമുക്ക് എന്തു വേണം? ഒരു ബന്ധം വേണം. ഇന്ന് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന ആളുമായിട്ട് ബന്ധമില്ലാതെ 1 മണിക്കൂർ നിന്നും ചാടിയും പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനവുമില്ല. നോക്ക്, യോഹന്നാൻ എഫെസോസിലെ സഭയോട് പറയാ, ഞങ്ങളുടെ കൂട്ടായ്മയോ, ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. ആരുമായിട്ടാണെന്നറിയോ? ഞങ്ങൾക്കൊരു പിതാവുണ്ട്. കേൾക്കുന്നുണ്ടോ? ഞങ്ങൾക്കൊരു ദൈവം ഉണ്ടെന്നല്ല പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ? ഞങ്ങൾക്കൊരു പിതാവുണ്ട്. ദൈവ പൈതലേ, ഇന്ന് രാത്രി ദൈവം നമ്മുടെ അപ്പനാണെന്നൊരു വിശ്വാസം അകത്തുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നീണ്ട വാക്കൊന്നും വേണ്ട. അപ്പായെ എന്നൊന്ന് വിളിച്ചാ മതി. വല്ലതും കേൾക്കുന്നുണ്ടോ? ഹലോ, അപ്പായെ എന്നൊന്ന് വിളിച്ചാ മതി, അപ്പൻ ഇറങ്ങി വരും. ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. നമുക്ക് ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവത്തെ അറിഞ്ഞു വന്ന ആളാ. ഞാൻ എന്റെ സാക്ഷിയൊന്നും പറഞ്ഞില്ല. സ്തോത്രം. വല്ലതും കേൾക്കുന്നുണ്ടോ? ഓർത്തഡോക്സിലായിരുന്നപ്പോ ദൈവം എനിക്ക് ദൈവമാ. കേൾക്കുന്നുണ്ടോ? ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. അന്ന് ദൈവം ദൈവമാ. ഇപ്പൊ ചർച്ച് ഓഫ് ഗോഡിൽ വളർന്ന് ഇങ്ങനെ കയറിയപ്പോൾ കൃപയാൽ ഞാൻ 24-ാം വയസ്സിൽ സ്നാനപ്പെട്ട ആളാ. അന്ന് തൊട്ട് ദൈവം എനിക്ക് ദൈവമല്ല, അന്ന് തൊട്ട് ദൈവം എനിക്ക് അപ്പനായി മാറി. ഞാൻ ദൈവത്തെ യഹോവ എന്നൊന്നും പേഴ്സണലി വിളിക്കാറില്ല. ഞാൻ ദൈവത്തെ ദൈവം എന്ന് വിളിക്കത്തില്ല. നിങ്ങൾ കേൾക്കണം, ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അതൊരു ജനറൽ വേർഡാണ്. കേൾക്കുന്നുണ്ടോ? സർവശക്തൻ. അങ്ങനെയാണ് ചോദിക്കട്ടെ, മറ്റ് നാമങ്ങളുള്ളവർക്ക് ശക്തിയില്ലേ? ആണോ? അവരും ദൈവങ്ങളല്ലയോ? ഇതൊരു ലൈവ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. കേൾക്കുന്നുണ്ടോ? മറ്റു മതങ്ങളിലുള്ളവരും ദൈവങ്ങളെയല്ലയോ വിളിക്കുന്നേ? പക്ഷെ നമ്മൾ ദൈവങ്ങളെ അല്ല വിളിക്കുന്നത്, ദൈവാദി ദൈവത്തെ വിളിക്കുന്നു. അദ്ദേഹം എൻ്റെ അപ്പനാണെന്ന് പറയാൻ ചങ്കൂറ്റം ഇന്ന് രാത്രി ഉറപ്പിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പത്മോസിലിരിക്കുന്ന വൃദ്ധനായ യോഹന്നാൻ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവസഭയോട് പറയാ, മക്കളെ ഭാരപ്പെടണ്ട, നമ്മുടെ കൂട്ടായ്മയോ ആരോടാ? പിതാവിനോടാ. വല്ലതും കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് പിതാവായി തീർന്നോ? എന്റെ പ്രിയമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ, യവനക്കാർത്തികളൊക്കെ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് പറയാ, പ്ലീസ് പ്ലീസ്, ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ അപ്പനും നിങ്ങൾ ആ ദൈവത്തിന്റെ മക്കളുമാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ വാ തുറന്ന അപ്പായി എന്നൊന്ന് വിളിച്ചാൽ നിങ്ങളെ ദൈവം ശ്രദ്ധിക്കുമോ? നിങ്ങളെ കുഴിയിൽ നിന്ന് വിടുവിക്കുമോ? നിങ്ങളെ ആ അപ്പൻ പൊക്കി എടുക്കുമോ? നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുമോ? പറയാമെങ്കിൽ പറഞ്ഞു, കേട്ടോണ്ടിരിക്കാതെ. ഇന്ന് രാത്രി നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്താണെന്നറിയാവോ? ഈ പെന്തക്കോസ്തി വന്നിട്ട് ഒരു 10 വർഷമൊക്കെ ആകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ? ദൈവം ദൈവമായിട്ട് മാറും. അല്ല, ഇന്ന് രാത്രി യോഹന്നാൻ പറയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും, ഇനി അടുത്ത വാക്കണ്ടോ, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയാകുന്നു. കേൾക്കുന്നുണ്ടോ? പത്മോസിൽ ഇറങ്ങിച്ചെല്ലുന്ന ദൈവം. വല്ലതും കേൾക്കുന്നുണ്ടോ? പത്മോസിൽ ആത്മാവിൽ എടുക്കുന്ന യേശുവിനെ കണ്ടല്ലോ. ഇന്ന് രാത്രി നിന്റെ പത്മോസിനകത്ത് നിനക്ക് ദൈവത്തോടും പുത്രനാകുന്ന യേശു ക്രിസ്തുവിനോടും എന്തു വേണം? ഒരു കൂട്ടായ്മ വേണം, ഒരു ബന്ധം വേണം. ഹലോ,
വല്ലതും കേൾക്കുന്നുണ്ടോ? ഈ ബന്ധമില്ലാത്തോണ്ടാ വരുന്ന പാസ്റ്റർമാര് മൊത്തം പറയും, സിസ്റ്ററെ ഒന്ന് കൈപൊക്കിയേ, സിസ്റ്ററെ ഒന്ന് വാ തുറന്നേ, സ്തോത്രം, അങ്കളെ ഒന്ന് കൈപൊക്കിയേ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഈ കൈപൊക്ക് പരിപാടിയൊക്കെ ഇന്ന് രാത്രി ഏറ്റു പറഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ അപ്പന്റെ അടുത്ത് വരുമ്പോൾ കേൾക്കുന്നുണ്ടോ? അപ്പായെ എന്നൊക്കെ വിളിക്കാൻ ആ സ്നേഹമകത്തുണ്ടെ അങ്ങ് കൈപൊക്കും. ആ സ്നേഹത്തോട് കൈപൊക്കുന്നവൻ ഒത്തിരി ഒന്നും കരയണ്ട, ഒരു 21 ഇരിക്കണ്ട. വല്ലതും കേൾക്കുന്നുണ്ടോ? ആ സ്നേഹ ബന്ധത്തിലുള്ളവന് വേണ്ടി ഒരു ദിവസം ഇരിക്കുമ്പോഴേ ദൈവം ഇറങ്ങി വരും. ഇന്ന് രാത്രി ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ഞാൻ ഈ ബന്ധം ഒന്ന് പഠിപ്പിക്കണം. നമുക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു. നിങ്ങൾ കാണുന്നുണ്ടോ? പൊതുവേദികളിൽ നോക്ക്, ഈ ഇടയ്ക്കെല്ലാം വലിയ സഭകളിലെ കൺവെൻഷനുകൾ നടന്നില്ലേ? നിങ്ങൾ ആ സ്റ്റേജുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കാമോ? സ്തോത്രം, ആ സ്റ്റേജുകളിൽ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ ഭാവം കണ്ടാൽ അവർ ദൈവത്തെ കാട്ടി വലിയവരെന്ന പദവിയിലായിരിക്കുന്നത്. വല്ലതും കേൾക്കുന്നുണ്ടോ? സ്തോത്രം, എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും വലിയ സ്റ്റേജിൽ പോകുന്നതാ. പക്ഷെ ആ സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉള്ളം കത്തുകയും മുമ്പിരിക്കുന്ന ജനത്തോടുള്ള ആത്മഭാരവും, ഒരാരാധന നടന്നാൽ ഞാൻ എന്നെ തന്നെ മതിമറക്കും. കാരണം ഞാൻ ഇവിടെ വന്നത് എൻ്റെ അപ്പന്റെ ശബ്ദം പറയാനാണെങ്കിൽ അപ്പനും മോനും തമ്മിലുള്ള ബന്ധം. വല്ലതും കേൾക്കുന്നുണ്ടോ? നഷ്ടപ്പെട്ട ദൈവകൃപ ഇന്ന് രാത്രി ഒന്ന് മടക്കിയെടുക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രാർത്ഥനയെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു അപ്പനുമായിട്ട് മിണ്ടാൻ പറ്റിയാൽ ഏറ്റവും നല്ല പ്രാർത്ഥന. യേശു കർത്താവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, വീട്ടിൽ ബെഡ്റൂമിൽ യേശു ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന സിംപ്ലിഫൈ ആക്കാൻ പറ്റും. മുമ്പോട്ടൊന്ന് പൊക്കോട്ടെ. ഇനി അടുത്തത് പുറപ്പാട് പുസ്തകം. എന്നിട്ട് ഞാൻ പുതിയ നിയമത്തിലേക്ക് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം. ദൈവമായിട്ടുള്ള ബന്ധം നമുക്കൊന്ന് വർദ്ധിപ്പിക്കേണ്ടേ? സ്തോത്രം. പുറപ്പാട് 33:11 ഞാൻ വായിക്കുന്നു. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോടെ അഭിമുഖമായി സംസാരിച്ചു. ഹലോ, വല്ലതും കേൾക്കുന്നുണ്ടോ? രണ്ട് കൂട്ടുകാരിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ മോശയും ദൈവവും നിന്ന് സംസാരിക്കുന്നു. ചോദ്യം, നമ്മെ ഓർത്തഡോക്സിൽ നിന്നും കത്തോലിക്കയിൽ നിന്നും മറ്റു മതത്തിൽ നിന്നും വിളിച്ച് പുറത്തു കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ സ്വപ്നം എന്താ? പ്രിയമുള്ളവരെ, എനിക്കെൻ്റെ മോളോടൊന്ന് സംസാരിക്കണം, എനിക്കെൻ്റെ മോനോടൊന്ന് സംസാരിക്കണം. വല്ലതും കേൾക്കുന്നുണ്ടോ? വല്ലതും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് തൊട്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് ഉപവാസത്തിൽ വരുത്തേണ്ടുന്ന മാറ്റം. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഒരു രണ്ട് കൂട്ടുകാരിൽ നിന്ന് എത്ര നാളായി? എൻ്റെ ആന്റിമാരെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഇതിനകത്ത് ഒത്തിരിയും സഹോദരിമാരിപ്പുണ്ടല്ലോ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അപ്പൻ വന്ന ഒരു വാക്ക് പറയുന്നത് നിങ്ങൾ ആത്മാവിൽ കേട്ടിട്ട് എത്ര നാളായി? സ്തോത്രം. ഇതിനൊക്കെ ഒരു മാറ്റം വരാതെ ഇനി ഞാൻ ഇതിനകത്ത് നിന്ന് മൊത്തം അങ്ങ് പ്രവചിച്ചാലും നിങ്ങൾക്കൊരു വിടുതലും കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എവിടെയോ ബന്ധം നഷ്ടപ്പെട്ടു. വല്ലതും കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എവിടെയോ ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി ഉപവാസത്തിൽ രണ്ടാമത്തെ കാര്യം സ്വർഗം ചോദിക്കുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ജൽപ്പനമല്ല, അതൊരു ബന്ധമാണ്. സ്തോത്രം. വല്ലതും കേൾക്കുന്നുണ്ടോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാ. ഇതിനെപ്പറ്റിയൊന്നും നമ്മുടെ സഭയിൽ ശുശ്രൂഷകൾ നടക്കാത്തത് കൊണ്ട് എന്താണ് പ്രാർത്ഥന എന്നറിയത്തില്ല. അതുകൊണ്ട് ഞാൻ സിമ്പിളി നിങ്ങളോട് പറയാ, എൻ്റെ പ്രിയമുള്ളവരെ, സ്തോത്രം, നമ്മളും നമ്മുടെ അപ്പനും തമ്മിൽ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ പേരാ പ്രാർത്ഥന. കേൾക്കുന്നുണ്ടോ? അതല്ലാതെ വിസാദരണേ, വാതിൽ തുറക്കണേ, നാളെ കർത്താവേ ലോൺ അടയ്ക്കണം, ഇത് മാത്രം പറഞ്ഞിട്ട് എഴുന്നേറ്റ് രക്തം ചെയ്യാൻ ഗ്ലോറി, എഴുന്നേറ്റ് ഒറ്റ പോക്ക, ഇതൊന്നുമല്ല പ്രാർത്ഥന. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ ആവശ്യങ്ങൾ സ്തോത്രം ചെയ്യത്തേ ഉള്ളൂ, പ്രാർത്ഥിക്കാറില്ല. കേൾക്കുന്നുണ്ടോ? കാരണം എനിക്കൊരു കാര്യം അറിയാം. സ്തോത്രം. എനിക്കൊരു അപ്പൻ സ്വർഗത്തിലുണ്ട്. ഈ അപ്പന് എനിക്ക് എന്താവശ്യമുണ്ടെന്ന് എൻ്റെ അപ്പൻ അറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, അപ്പ ഈ 10 ദിവസം നടത്തിയതിനായി സ്തോത്രം. വല്ലതും കേൾക്കുന്നുണ്ടോ? ഹലോ, വല്ലതും കേൾക്കുന്നുണ്ടോ? ഈ 10 ദിവസം നടത്തിയതിനായി രാവിലെ സ്തോത്രം ചെയ്തു. 11 മണിയായപ്പം അക്കൗണ്ടിനകത്തിൽ ഒരു മെസ്സേജ് വന്നു വീണു. വല്ലതും കേൾക്കുന്നുണ്ടോ? ഇന്ന് പൈസ തരണേന്ന് ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. വല്ലതും കേൾക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ശുശ്രൂഷിക്കുന്നതിന് എനിക്ക് ഇന്ന അഡ്വാൻസ്, എനിക്ക് കൂലി തന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ പോയിരുന്ന് ശുശ്രൂഷിക്കാൻ പറഞ്ഞു. വല്ലതും കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഈ ബന്ധം ഉണ്ടെങ്കിലേ കടം മേടിക്കത്തില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? 17 വർഷമായി 1 രൂപ കടം മേടിച്ചിട്ട്. ഇന്ന് രാത്രി ലോൺ എടുക്കുന്നവരും 2 പിള്ളേരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ലക്ഷങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1 രൂപ എനിക്ക് വരുമാനമില്ല. പക്ഷെ ഇന്ന് രാത്രി കേൾക്കാമെങ്കിൽ കേട്ടോ. പിള്ളേര് ദൈവത്തിൻ്റെതാ. ഞാൻ എന്നും ഏറ്റുപറയും, കർത്താവേ, ഈ മോളും മോനും സ്തോത്രം അങ്ങയുടേതാ, അങ്ങാണ് അവരുടെ അപ്പൻ, ഞാനൊരു കെയർ ടേക്കറാ. അവർക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്യുന്നു. അവരുടെ കാര്യം അങ്ങ് ചെയ്യണേ. വല്ലതും കേൾക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, സ്തോത്രം, അവരുടെ ഫീസ് ഒന്നും ഇതുവരെ മുടങ്ങിയിട്ടില്ല. വല്ലതും കേൾക്കുന്നുണ്ടോ?
ഇന്ന് പകൽക്കാലം കടഭാരം മാറണമെങ്കിൽ നിങ്ങളുടെ ആത്മീക ബന്ധം ഒന്ന് വർദ്ധിപ്പിക്കുക. ആത്മീക ബന്ധം. ഞാൻ 42 വയസ്സ് വരെ കടഭാരത്തിന്റെ കഠിനതയിൽ കടന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് രാത്രി കേൾക്കാമെങ്കിൽ കേട്ടോ, 42 വയസ്സ് വരെ നടുവ് നോക്കാൻ പറ്റാതെ സാമ്പത്തിക ഞെരുക്കത്തിൽ കടന്നു. വിടുതൽ കിട്ടിയിട്ട് 9 വർഷമായേ ഉള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, 42 വയസ്സ് വരെ കൈ കിട്ടാത്തത് 9 വർഷം കൊണ്ട് കൈ തന്നു. കാരണം എനിക്കൊരു അപ്പനുണ്ട്, എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. ഞാൻ യേശുവിനെ കൂടെ കൂടെ ജ്യേഷ്ഠ എന്ന് വിളിക്കും. വല്ലതും കേൾക്കുന്നുണ്ടോ? എവിടെ പാസ്റ്ററെ സ്തോത്രം എവിടാ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ സ്തോത്രം എടുത്ത് നോക്കിയാൽ മതി. എബ്രായ ലേഖനം 2:11 വായിക്കണ്ട. അവിടെ എഴുതിയപ്പോണ്ട് വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും ഒരുവനല്ലോ പിതാവ്, അതുകൊണ്ട് അവൻ അവരെ ബ്രദർ സിസ്റ്റർ എന്ന് വിളിക്കാൻ യേശു ലജ്ജിക്കുന്നില്ലെന്ന്. വല്ലതും കേൾക്കുന്നുണ്ടോ? വിശുദ്ധീകരിക്കുന്നവൻ ആരാ? നമ്മെ വിശുദ്ധീകരിക്കുന്നത് യേശുവാണ്. കേൾക്കുന്നുണ്ടോ? വിശുദ്ധീകരിക്കപ്പെടുന്നത് ആരാ? അത് നമ്മളാ. അപ്പം ആ വിശുദ്ധീകരിക്കുന്ന യേശുവിനും നമുക്കും ഒരാളെ അപ്പനെങ്കിൽ യേശു നമ്മളെ ബ്രദറെ സിസ്റ്ററെ എന്ന് വിളിക്കാൻ ലജ്ജയില്ല. അങ്ങനെയാന്ന് ചോദിച്ചോട്ടെ, യേശു നമുക്ക് ആരാ? ഞാൻ പറയാം, എൻ്റെ മൂത്ത ജ്യേഷ്ഠനാ. ഞാനിത് എപ്പോഴും പറയുന്ന ആരോടാന്നറിയോ? പിശാചിനോടാ. കൂടുതൽ നീ കളിക്കരുത്, നീ എന്നോട് പോരടിക്കരുത്. എനിക്ക് ചോദിക്കാനും പറയാനും ഒരു അപ്പനുണ്ട്, എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. ഇന്ന് രാത്രി ഇതൊക്കെയാ കൊച്ചു വിശ്വാസം. വല്ലതും കേട്ടോ? വൻമലകളെ ഇടിക്കാൻ ഇതൊക്കെ ധാരാളം മതി. അപ്പൊ പ്രാർത്ഥനയിൽ നമ്മൾ 2 കാര്യം കേട്ടു. ഞങ്ങളുടെ കൂട്ടായ്മയോ ദൈവത്തോടല്ല, പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും. മോശയുടെ കൂട്ടായ്മ ദൈവത്തോടൊരു സ്നേഹിതന്റെ ലെവലിൽ. സ്തോത്രം. അപ്പൊ ആ ബന്ധം മനസ്സിലായോ? നമുക്കിനി ഓടി പുതിയ നിയമത്തിലേക്കൊന്ന് വരാം. പ്രാർത്ഥനയെ പറ്റി ശാന്തമായി ഒന്ന് വേഗത്തിലൊന്ന് തൊട്ടുപോകാൻ. കൊലോസ്യ ലേഖനം 4:12 വാക്യം. ഒരു പ്രാർത്ഥന, പുതിയ നിയമത്തിലെ ഒരു പ്രാർത്ഥന. സ്തോത്രം. ഒന്ന് വേഗത്തിൽ ഞാൻ തൊടുന്നു. കൊലോസ്യ ലേഖനം 4:12. ഇതൊക്കെ എഴുതി വെച്ച് പഠിക്കണം. ഇങ്ങനൊന്നും പ്രാർത്ഥിക്കാൻ ലോക്കൽ സഭയിൽ നിന്നും കിട്ടത്തില്ല, മെസ്സേജുകൾ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്കറിയത്തില്ല. കൊലോസ്യ ലേഖനം 4:12. നിങ്ങൾ ഒരുത്തനായ ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. സ്തോത്രം. അപ്പൊ എപ്പഫ്രാസിനെ പറ്റി പറയാ. എപ്പഫ്രാസ് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തോ പ്രാർത്ഥിച്ചത്? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പം പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. പക്ഷെ വിഷയം എന്താണെന്നറിയോ? വിസയല്ല വിഷയം. വല്ലതും കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഹലോ. യാത്രയല്ല വിഷയം. വല്ലതും കേൾക്കുന്നുണ്ടോ? വിഷയം നമ്പർ 1 എന്താ? നിങ്ങൾ തികഞ്ഞവരാകണം. വല്ലതും കേൾക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ പിശാച് നോക്കുമ്പോൾ നമ്മുടെ മേൽ കുറ്റം പറയാൻ ഒന്നും ഉണ്ടാകരുത്. ഹലോ. ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? ആടെങ്കിലും പോകാൻ സമയമൊന്നുമില്ല. ഇന്ന് രാത്രി കേൾക്ക്. കുറവില്ലാത്തൊരു ദൈവ പൈതലായി നിൽക്കണം. പിശാചിന് അവകാശം ഉണ്ടാകല്ല. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം. വല്ലതും കേൾക്കുന്നുണ്ടോ? സ്തോത്രം. നിങ്ങൾ തികഞ്ഞവരായിരിക്കണം. കേൾക്കുന്നുണ്ടോ? വാക്കുകൾക്ക് പരിജ്ഞാനം, ഇമോഷനുകൾക്ക് പരിജ്ഞാനം, ഇന്ദ്രിയ ജയങ്ങളുടെ മേൽ പരിജ്ഞാനമൊക്കെ ഒന്ന് കിട്ടി ഒരു തിറവുള്ള ഒരു ദൈവ പൈതലായി നിന്നാൽ നന്മയും കരുണയും നിന്റെ പുറകെ വരും. വല്ലതും കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രികാലം സ്തോത്രം. ഇന്ന് രാവിലെ ഭോപ്പാൽ സ്തോത്രം ഒരു പാസ്റ്ററും വൈഫും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ മോള് BSc നഴ്സിംഗ് കഴിഞ്ഞു, ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് 1 വർഷം കൊണ്ട് പഠിക്കുന്നു. പക്ഷെ പാസ്റ്ററെ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. സ്തോത്രം. അവൾ ഇത് തന്നെ പഠിക്കണോ? ഇതാണോ അവളുടെ മേലുള്ള ദൈവഹിതം? ഹലോ. വല്ലതും കേൾക്കുന്നുണ്ടോ? ശുശ്രൂഷ ചെയ്യുന്നവരും ബാക്കിയുള്ളവരും അപ്പനും അമ്മയും ഇതൊക്കെ കേട്ടോ. ദൈവഹിതം ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതിന് പ്രവാചകന്റെ അടുത്ത് പോകണമെന്നൊന്നുമില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞു, ദൈവദാസനെ നാളെ വൈകിട്ട് നിങ്ങളുടെ മോൾ എന്നെ വിളിക്കാൻ പറ. അപ്പോൾ അവളുടെ ഹിതം ദൈവം എൻ്റെ വായിക്കൂടെ അവളെ അറിയിക്കും. എനിക്ക് നല്ല കോൺഫിഡൻറ്റാ, ദൈവം എൻ്റെ വായിക്കൂടെ അവളോട് ഇടപെടുമെന്ന്. കേൾക്കുന്നുണ്ടോ? കാരണം ഒരു ഫെലോഷിപ്പ് ദൈവവുമായിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ആ കുഞ്ഞങ്ങയുടേതാ. അവളുടെ ജീവിതത്തിൽ കറക്റ്റ് അവളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിണ്ടമായി ഇരുന്നപ്പോൾ അവൾക്ക് വേണ്ടി എഴുതിയൊരു പുസ്തകം എന്നെ ഒന്ന് തുറന്ന് കാണിച്ചേക്കണേ. നാളെ അവളോട് ഇടപെടുമ്പോൾ സ്തോത്രം ദൂത് അവൾക്ക് കിട്ടിയിരിക്കും. ഇന്ന് രാത്രി ചങ്കൂറ്റമുണ്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ? അപ്പൊ എപ്പഫ്രാസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്പർ 1 തികഞ്ഞവരായിരിക്കണം. കേൾക്കുന്നുണ്ടോ? പിശാചിനിട്ട് തട്ടാൻ ഉള്ളവരല്ല നമ്മൾ. ഹലോ. 1. നമ്പർ 2 പ്രാർത്ഥന എന്താണെന്നറിയാമോ? നോക്ക്, നിങ്ങൾ എടുത്തു നോക്ക്. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കണം. ബലം കേൾക്കുന്നുണ്ടോ? ദൈവഹിതം അറിയണം. എവിടെ വീട് വെക്കണം? വീട് വെക്കേണ്ടത് ഒരു നിലയാണോ അതോ എത്ര മുറിയുണ്ട്? കൊച്ചുങ്ങൾ ഏത് രാജ്യത്ത് പഠിക്കണം? ഏത് കോഴ്സ് പഠിക്കണം? ഇതെല്ലാം പറഞ്ഞുതരാൻ ദൈവത്തിന് പറ്റും. ബലം കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഹലോ 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 ഹലോ.
ഇതൊന്ന് ഏറ്റെടുക്കാമോ? അവിടെ പറഞ്ഞ വാക്ക് കണ്ടോ? ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഹിതം അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു കയറണം. ഹലോ, അതിനാണ് ഈ ഉപവാസ പ്രാർത്ഥന വെക്കുന്നത്. അപ്പൊ ഉപവാസത്തിലെ ഒന്നാമത്തെ വിഷയം എന്തുവാ? വിശ്വാസം. രണ്ടാമത്തെ വിഷയം എന്തുവാ? ദൈവഹിതം അറിയാൻ വിശ്വാസത്തോടു കൂടി ഉപവസിച്ച് എന്ത് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ദൈവം തന്റെ ഹിതം അറിയിക്കും. ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടോ? സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാം. 2-3 പേരുടെ പേര് മാത്രം പറയും, വചനം പറയത്തില്ല. എന്നെ ഒന്ന് കേൾക്കണമേ. സ്തോത്രം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം, ഡോക്ടറാണ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേട്ടോ? എന്നെ ശ്രദ്ധിക്കണം, ഇനി ബൈബിളിൽ നോക്കണ്ട. സക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. എപ്പോഴാ വന്ന് പ്രാർത്ഥിച്ചത്? കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് ഒരു കൊച്ചുണ്ടാകാൻ വേണ്ടി സക്രിയ പ്രാർത്ഥിച്ചു. വല്ലതും കേൾക്കുന്നുണ്ടോ? എന്നെ തന്നെ നോക്കിയിരിക്കണേ. സ്തോത്രം, ശ്രദ്ധ പോകല്ലേ. കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് സക്രിയ പ്രാർത്ഥിക്കുക, കൊച്ചു തരണേ, കൊച്ചു തരണേ, കൊച്ചു തരണേ. സ്തോത്രം. കൊച്ചിനെ കിട്ടിയോ? ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ച് മടുത്തു പോയില്ല സക്രിയാവ്. വല്ലതും കേൾക്കുന്നുണ്ടോ? അങ്ങനെ സക്രിയാവിന് വളരെ പ്രായം ചെന്നപ്പോൾ എന്ത് വീണു? ചീട്ട് വീണു. ചീട്ട് വീണപ്പോൾ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ചീട്ട് വീണപ്പോൾ സക്രിയാവ് ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കാൻ പോയത്? അകത്ത് പോയി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുക, പുറത്ത് നിൽക്കുന്ന ജനത്തിന് വേണ്ടി. വല്ലതും കേൾക്കുന്നുണ്ടോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കൊച്ചിനെ കിട്ടിയില്ലെങ്കിലും തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വാസമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. വല്ലതും കേൾക്കുന്നുണ്ടോ? ധൂപം വീശിക്കൊണ്ട് നിൽക്കുക. ആർക്ക് വേണ്ടി? പുറത്തുള്ളവരുടെ വിടുതലിന് വേണ്ടി. ഇന്ന് രാത്രി ദൈവവൈതലേ, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നിന്റെ ജീവിതത്തിൽ മറുപടി കണ്ടില്ലെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥന നിർത്തരുത്. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. വല്ലതും കേൾക്കുന്നുണ്ടോ? സ്തോത്രം. സക്രിയാവിന്റെ ശരീരത്തിന്റെ ബലം പോയി. സാറയുടെ ഗർഭപാത്രം, എലിസബത്തിന്റെ ഗർഭപാത്രം എന്ത് ചെയ്തു? ചുരുങ്ങിപ്പോയി. സക്രിയാവ് ചോദിക്കുക, കർത്താവേ, ഞാൻ വളരെ വയസ്സ് എന്ന് പ്രായമായി. സ്തോത്രം. അപ്പോഴാണോ നീ ഇത് പറയുന്നത്? അവന്റെ വായ അടച്ചിട്ട് ദൈവം പറഞ്ഞു, അടുത്ത വർഷം നിനക്കൊരു കുഞ്ഞുണ്ടാകും. ഇന്ന് രാത്രികൾക്ക് അപ്പൊ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമോ? പറയാമെങ്കിൽ പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടോ? അത് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി വരുമോ? പ്രതികരിക്കാമെങ്കിൽ പ്രതികരിച്ചോ? നമ്മൾ അവസാന മിനിറ്റുകളിലേക്ക് പോകുക. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥന നിർത്തരുത്. സ്തോത്രം. സക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അകത്ത് പ്രാർത്ഥന, പുറത്ത് പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ എൻകറേജ് ചെയ്യുന്നു, വീട്ടിനകത്ത് പ്രാർത്ഥിക്ക്, പുറത്ത് പോകും പ്രാർത്ഥിക്ക്. ഫെബ്രുവരി മാസത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അല്ലെങ്കിൽ ദൈവം എന്റെ വായെ കൊണ്ട് ഇത് പറയിപ്പിക്കത്തില്ല. ഇന്ന് രാത്രി ഒന്ന് ഏറ്റെടുക്കാമോ? അജയ് ബ്രദറെ, ദൈവത്തിന്റെ ആത്മാവ് അജയ് ബ്രദറിനെ നോക്കിയിട്ട് പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നു. വിശ്വാസത്തോടൊന്ന് ഏറ്റെടുത്ത അജയ് ബ്രദറെ, ദൈവത്തോടൊന്ന് പ്രതികരിച്ചേ. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി അജയ് ബ്രദറിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നത് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വാസത്തോടുകൂടി ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്നൊരു ദൈവം. കൊർന്നലിയോസിന്റെ വീട്ടിൽ സ്നാനപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവനാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചപ്പോൾ കൊർന്നലിയോസിന്റെ വീട്ടിൽ, പുതിയ നിയമത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ദൂതൻ ചെന്നിട്ട് പറഞ്ഞു, കൊർന്നലിയോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. പ്രാർത്ഥിച്ചേ. ബിന്ദു ബൈജു പ്രാർത്ഥിച്ചേ, ശക്തിയോടെ പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി ചില പ്രാർത്ഥനകളുടെ മറുപടി ഇറങ്ങി വരുന്നു. സ്തോത്രം. പ്രാർത്ഥനകളുടെ മറുപടി ഇറങ്ങി വരുന്നു. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രികാലം സ്തോത്രം, സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു പത്രോസിന് വേണ്ടി. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ സ്തോത്രം, സഭയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹെരോദാവിന്റെ 16 പടയാളികളുടെ ഇടയിൽ കിടക്കുന്ന സഭയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ചെയ്യാൻ ദൈവത്തിന് പറ്റും. ഇന്ന് രാത്രി നിനക്ക് ചിലതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ചോ. സ്തോത്രം. പത്രോസിനെ വിടുവിക്കാൻ ഇറങ്ങി വന്ന ദൂതനെ ഇന്ന് രാത്രി സ്വർഗം ഭൂമിയിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. ബീന സിസ്റ്ററെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോടും ദൈവത്തിന്റെ ആലോചന പറയുന്നു. 2025 പല ദൂതുകൾ, പല ശബ്ദങ്ങൾ നിങ്ങളോടും ഭവനത്തിൻ്റെതായ വിഷയങ്ങളിലൊക്കെ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രാർത്ഥിച്ചോ. ഈ ഉപവാസത്തിന്റെ സ്തോത്രം 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കും ഒരു നീതിയുടെ മറുപടി ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്നു. ചില പുറപ്പാടുകൾ ദൈവം എന്നെ കാണിക്കുന്നു. സ്തോത്രം. ചില
യാത്രകൾ ദൈവം എന്നെ കാണിക്കുന്നു, ചില വിഷയത്തിന് മറുപടികളുടെ വഴികൾ ദൈവം എന്നെ കാണിക്കുന്നു. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. സ്തോത്രം, സ്തോത്രം. ജയിലിൽ കിടന്ന പത്രോസ് പുറത്തു വന്നപ്പോൾ പത്രോസിന് ദൈവം പറഞ്ഞു, നീ തബീതയുടെ ശവത്തിന് മുമ്പിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ. ഇന്ന് രാത്രികാലം ശവതുല്യമായ വിഷയങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചില മലകളെ നീങ്ങുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടിരുന്നാട്ട്, എല്ലാവരും പ്രാർത്ഥനയോടിരുന്നാട്ട്. KS ജോയിൻ ചെയ്ത് സൂസൻ ബിജു ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ചേ, ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ച്, ശക്തിയോട് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആദ്യം കേട്ട വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസവും പ്രാർത്ഥനയും ഒന്നിച്ചു ചേർന്നാൽ ദൈവത്തിന്റെ കരം ചലിക്കും. ഇന്ന് രാത്രി കർത്താവെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ മുൻപിലും ചില വലിയ വിഷയങ്ങളുണ്ടല്ലോ. ഇന്ന് രാത്രി കാലം പ്രത്യേകിച്ച് തന്റെ ശരീരത്തോട് പോരടിക്കുന്ന ചില വിഷയങ്ങളെ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, താൻ തന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരു രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് നോക്കുമ്പോൾ സ്തോത്രം പിന്നെ അത് ശരീരത്തിൽ കാണാത്ത രീതിയിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. എല്ലാവരും ഒരു നിമിഷം കൂടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഒരു വാക്കിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നു ചില ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കർത്താവേ ഇന്ന് രാത്രി കാലം സ്തോത്രം ഇതിനകത്ത് ലിൻസി സാം പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, ശക്തിയോടെ പ്രാർത്ഥിച്ചോ. പ്രതികരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ചലിക്കുന്നത് ദൈവം എന്നെ കാണിക്കുന്നു. അങ്ങനെ വിശ്വാസത്തോടുകൂടി വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രാർത്ഥന വർദ്ധിക്കട്ടെ. അങ്ങനെ ഒരു ഉപവാസത്തിലാണ് ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുന്നത്. നന്ദിയോട് സ്തോത്രം. ഞാൻ ഇനിയും സ്തോത്രം എനിക്ക് തന്ന സമയം ഇവിടെ തീരാൻ സ്തോത്രം തീർന്നിരിക്കുന്നു. ഒരു എക്സ്ട്രാ സ്തോത്രം 5 മിനിറ്റ് കൂടെ മൂന്നാമത്തെ വാക്കോടെ ഞാനൊന്ന് തൊടുകയാണ്. നമ്മുടെ കുറിവാക്യത്തിൽ നിന്ന് യേശു ഒന്നാമത് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം. യേശു രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശു കർത്താവ് മൂന്നാമത് പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കണം. ആ ഒരു 5 മിനിറ്റ് ഒന്ന് തൊടുകയാണ്. അപ്പം സ്തോത്രം, വിശ്വാസമില്ലാത്ത ഉപവാസത്തിൽ ദൈവം പ്രസാദിക്കത്തില്ല. കേൾക്കണമെങ്കിൽ കേട്ടോ, ഞാൻ ഒന്നുകൂടെ പറയാ, വിശ്വാസമില്ലാത്ത ഉപവാസത്തിൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. 2, വിശ്വാസം വർദ്ധിക്കുമ്പോൾ ദൈവം ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉണർത്തുമ്പോൾ നിങ്ങൾ വിശ്വാസവും പ്രാർത്ഥനയുമായിട്ട് ചേർന്നിരുന്ന് ഒന്ന് ഉപവസിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കരം ചലിക്കും. ഞാൻ ഒരൊറ്റ വചനം മാത്രം ഒന്ന് തൊടുവാൻ, ഉപവസിച്ചാൽ വിടുതൽ നടക്കുമോ എന്നുള്ളൊരു വചനം മാത്രം തൊടുവാൻ ആഗ്രഹിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വേഗം പോയി ഒരു വാക്യം ഞാൻ വായിക്കുന്നു. 16-ാമത്തെ വാക്യം. എസ്തർ 4:16. നീ ശൂഷനിൽ ഉള്ള എല്ലാ യഹൂദന്മാരെയും കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഇന്ന് രാത്രികാലം ഇതൊരു 3 ദിവസത്തെ ഉപവാസ. നമ്മുടെ കൂട്ടുള്ള ഒരു ഉപവാസമല്ല ഇത്. വെള്ളം കുടിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല. വിഷയം എന്താണെന്നറിയാ, ഒരു അമാലേക്കിനോട് യുദ്ധം ചെയ്യണം. ഒരു നിമിഷം എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്തോത്രം, ഹാമാനോട് യുദ്ധം ചെയ്യാനാ ഈ ഉപവാസം. കേൾക്കുന്നുണ്ടോ? പക്ഷെ ഉപവാസം എന്തിനു വേണ്ടിയാ ഇരിക്കുന്നത്? സൊല്യൂഷൻ ഇല്ല. ഒന്നുകൂടൊന്ന് ശ്രദ്ധിച്ചോണം. ഈ ഉപവാസത്തിൽ സ്തോത്രം ആധാർ മാസം 13-ാം തീയതി 127 സ്റ്റേറ്റിലുള്ള യഹൂദന്മാരെ കൊല്ലും. പക്ഷേ സൊല്യൂഷൻ ഇല്ല. കാരണം എന്താണെന്നറിയോ, രാജാവും എസ്തേറും തമ്മിൽ കാണാൻ സാധ്യതയില്ല. 30 ദിവസം എസ്തേറിന് രാജാവിനെയോ മോർദെഖായിക്ക് രാജാവിനെ കാണാനോ വിഷയമില്ല. അപ്പൊ ഇന്ന് രാത്രികാലം സ്തോത്രം സാധ്യതയില്ല എന്ന് പറയുന്നിടത്ത് സാധ്യതയുണ്ടാക്കുന്നതാണ് ഉപവാസം. കേൾക്കാമെങ്കിൽ കേട്ടോ, ഒന്നുകൂടെ പറയാ, അത് പട്ടിണി സമരമല്ല. അത് 1 നേരവും 2 നേരവും 3 നേരം കഴിക്കാതിരിക്കുന്ന വിഷയമല്ല. ഒന്നുകൂടി വാക്ക് കേൾക്കാമെങ്കിൽ കേട്ടോ, എല്ലാം അടഞ്ഞിരിക്കുമ്പോൾ ഒരു സാധ്യതയില്ലെന്ന് പറയുമ്പോൾ സാധ്യത ഉണ്ടാക്കി തരുന്ന ആത്മീക ശുശ്രൂഷയുടെ പേരാണ് ഉപവാസം. കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ അതിലേക്കൊന്ന് പോകുകയാണ്. അങ്ങനെ 3 ദിവസത്തെ ഉപവാസം. 3 ദിവസം എന്ത് ചെയ്തു? 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കാതെ ഉപവസിക്കുക. അകത്ത് ഉപവാസം, പുറത്ത് ഉപവാസം. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ എസ്തേറും ബാല്യക്കാരത്തികളും അകത്ത് ഉപവസിക്കുകയാണ്. അകത്തെ ഉപവാസത്തിൽ ചുമ്മാതെ പട്ടിണി കിടക്കല്ല. എസ്തേർ ദൈവസനെ വീണ് കിടന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളില്ലയോ, ഞങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ ഇല്ലയോ, ഞങ്ങളെ മുഴുവനായിട്ട് കൊല്ലുവാൻ ഈ അമാലേക്കനായ സ്തോത്രം ആഗാഗ്യനായ സ്തോത്രം ഈ ഹാമാൻ ശ്രമിക്കുന്നു. കേൾക്കണമേ, ഇത് ഇപ്പോഴെങ്കിലും തുടങ്ങിയ ഒരു വിഷയമല്ല. പണ്ട് ശൗൽ രാജാവിനോട് ദൈവം സ്തോത്രം അമാലേക്കിന്റെ മുഴുവൻ ശക്തികളെയും കൊന്നുകളയാൻ കളഞ്ഞപ്പോൾ കാണിച്ച അനുസരണക്കേടിൽ നിന്ന് അന്നത്തെ രാജാവായ ആഗാഗിനെ സ്തോത്രം ശൗൽ കൊല്ലാതിരുന്നത് കൊണ്ട് ശൗമേൽ വെട്ടിക്കൊന്നെങ്കിലും ആ അനുസരണക്കേടിന്റെ ഒരു അവകാശം എന്ത് ചെയ്യുക, വീണ്ടും യഹൂദന്മാരുടെ മേല് അതേ ആഗാഗ്യ കുടുംബത്തിലാണ് ഹാമാൻ ജനിച്ചത്. അവൻ വന്നിട്ട് ഇവരെ മുഴുവൻ കൊല്ലാനിരിക്കുമ്പോൾ സ്തോത്രം വിടുതൽ ഉപവാസത്തിൽ മാത്രമാണ്. സ്തോത്രം ഞാൻ വീണ്ടും പറയാം. അതുകൊണ്ടാണ് പറഞ്ഞേ, രാവിലെ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നതുകൊണ്ടോ
വൈകിട്ട് ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നതുകൊണ്ടോ വിടുതലില്ല. പകരം എന്ത് ചെയ്യണമെന്നറിയോ? പ്രാർത്ഥിക്കാൻ കയറണം, ഉപവസിച്ചു പ്രാർത്ഥിക്കാൻ കയറണം. അപ്പൊ എസ്തർ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. പിതാവേ, ദൈവമേ, ക്ഷമിക്കണമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുറവുകൾ ക്ഷമിക്കണമേ. ഈ ആഗാഗ്യൻ സ്തോത്രം കഴുകുമരം ഉണ്ടാക്കി വെച്ചും പുറത്ത് കൊല്ലുവാൻ നോക്കുമ്പോൾ രാജാവിന്റെ അടുത്ത് എനിക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഈ 3 ദിവസം വചനം പറഞ്ഞ് വാഗ്ദത്തം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, പുറത്ത് മോർദെഖായിയും ജനവും പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഇവനെ ഒന്ന് ഒതുക്കാൻ, ഈ മരണ വാറണ്ടൊന്ന് മാറ്റാൻ സ്തോത്രം 3 ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഈ ഉപവാസം ഇനി 6 ദിവസമുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പായിട്ടാൽ, ചിലത് അഴിയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി രാവിലെയും വൈകിട്ടും എന്ന ശക്തിയോടെ ഉപവസിച്ചു പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുക, ആ കുരുക്കഴിക്കുവാൻ, ആ മരണപാശം അഴിക്കുവാൻ, ആ അടഞ്ഞ വഴി അഴിക്കുവാൻ, ആ പ്രതിയോഗിയെ മാറ്റുവാൻ, ആ പോരിനെ അഴിക്കുവാൻ, ഇന്ന് ഒന്നാമത്തെ ദിവസം രാത്രി സ്വർഗം പറയുക, ഈ ഉപവാസത്തെ ഒരു ചടങ്ങാക്കാതെ ഇതിനെ സീരിയസോടെ ഏറ്റെടുത്താൽ നിനക്ക് നല്ല വാറണ്ടുകൾ, നല്ല വാർത്തകൾ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ചോദ്യം, ഇന്ന് രാത്രികാലം ഞാനത് ചുരുക്കി പറയുക, എല്ലാവരും ഇനി എന്നെ കേൾക്കണം. 3-ാമത്തെ ദിവസത്തെ ഉപവാസം കഴിഞ്ഞു. പക്ഷെ നോക്ക്, 30 ദിവസം രാജാവിന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. എന്നാൽ 13-ാം തീയതി സ്തോത്രം യഹൂദന്മാരെ കൊല്ലുകയും ചെയ്യും. 3-ാമത്തെ ദിവസം ഉപവാസം കഴിഞ്ഞ എസ്തർ തന്റെ വസ്ത്രം മാറി, താൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം ചുമന്ന എസ്തർ രാജാവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്തോത്രം നമ്മൾ വായിക്കുന്നത്, അതിന്റെ 5:2 വായിക്കുന്നത്, അവൻ അവളോട് കൃപ തോന്നി. ഇന്ന് രാത്രി കേൾക്കണം, ഒരു ഉപവാസം കേൾക്കണമേ, ശ്രദ്ധയോട് കേൾക്കുക. ഒരു ഉപവാസത്തിന് നമ്മുടെ മേൽ കൃപ പകരാൻ സ്തോത്രം സാധ്യതയുണ്ട്. ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടോ? 30 ദിവസത്തേക്ക് രാജാവിന് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ലെങ്കിലും ഉപവസിച്ചവൾ അവിടെ നിൽക്കുമ്പോൾ ദൈവം രാജാവിന്റെ ഹൃദയത്തെ തിരിച്ചു. ഇന്ന് രാത്രി നിനക്ക് പ്രതികൂലമായി അടഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങളെ ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് 2026 നിനക്ക് ചില വിടുതൽ തരാൻ, നീ കരഞ്ഞ വിഷയങ്ങൾക്ക്, നീ കെട്ടപ്പെട്ട വിഷയങ്ങൾക്ക്, നീ ഒതുക്കപ്പെട്ട വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി സ്വർഗം പറയാണ്, ഈ 6 ദിവസം നന്നായി ഉപവസിച്ചാൽ സ്വർഗത്തിൽ ഒരു രാജാവ് ഇരിപ്പുണ്ട്. അവന് നിന്നോട് കൃപ തോന്നും. അവന്റെ ചെങ്കോൽ നിന്റെ കുടുംബത്തിന് നേരെ, അവന്റെ ചെങ്കോൽ നിന്റെ കുഞ്ഞുങ്ങളുടെ നേരെ. വീണ്ടും എന്നോട് പറയുന്നു, ബിജോയ്, റൂബി, സ്തോത്രം, ജമ്മുവിൽ നിന്നുള്ളവരോട്, ദൈവത്തിന്റെ കരം ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കാൻ, ചില വ്യക്തികളെ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കാൻ പോകുന്ന കാഴ്ച ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചു. ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു കേട്ടോ. ഈ 3 ദിവസത്തെ ഉപവാസം, അപ്പൊ ഉപവസിച്ച വിടുതൽ കിട്ടുമോ? കിട്ടും പ്രിയമുള്ളവരെ. അത് കഴിച്ചോ കഴിക്കാതെയല്ല, അത് വിശ്വാസത്തോടെ, അത് പ്രാർത്ഥനയോടെ ഇരുന്ന് ഉപവസിക്കുകയാണെങ്കിൽ, നമ്പർ 1 ഞാൻ പറയുന്നു, അത് രാജാവിന്റെ ഹൃദയത്തെ തിരിച്ചു. നമ്പർ 2 ഞാൻ പറയുന്നു, സാഹചര്യത്തെ ദൈവം മാറ്റി. നമ്പർ 3 ഞാൻ പറയുന്നു, എസ്തർ രാജാവിന്റെ അടുത്ത് ശക്തി പ്രാപിച്ചു. ദൈവം അവൾക്ക് ജ്ഞാനം കൊടുത്തു, ദൈവം അവൾക്ക് വിവേകം കൊടുത്തു. നമ്പർ 4 ഞാൻ പറയുന്നു, സ്തോത്രം, കഴുകുമരം ഉണ്ടാക്കിയവനെ സ്തോത്രം ദൈവം അതിനകത്തിലേക്ക് കയറ്റുന്നു. തീർന്നില്ല. ഇന്ന് ഞാൻ വചനം പഠിച്ചപ്പോൾ ഹാമാന്റെ 10 മക്കളെയും പിന്നത്തേതിൽ തൂക്കിക്കൊന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്നെ പിന്തുടരുന്ന ദുരാത്മാവും അതിന്റെ പിറകിൽ വരുന്ന അന്യ ശക്തികളെയും എടുത്തു കളയാൻ, നിർമാർജനം ചെയ്യാൻ, ഒതുക്കിക്കളയാൻ, പിന്തുടരാതിരിക്കാൻ സ്തോത്രം ഇന്ന് രാത്രി ദൈവം നിനക്ക് ശക്തി തരും. ഇന്ന് രാത്രികൾക്ക് സ്തോത്രം, പ്രതികൂലമായവനെ ദൈവം തൂക്കിക്കളഞ്ഞെങ്കിൽ 127 സംസ്ഥാനങ്ങൾ, ഒരു വാക്ക് ദൈവാത്മാവ് പറയുന്നത് കേട്ടോ. ഉപവാസം തുടങ്ങുന്നതിന് മുമ്പ് ശൂഷൻ പട്ടണത്തിൽ നിലവിളി ഉയർന്നു. ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി. ഉപവാസം കഴിഞ്ഞപ്പോൾ ശൂഷൻ പട്ടണത്തിൽ സന്തോഷം കൊണ്ട് അവർ പൊട്ടിയാർത്തു. ഇന്ന് രാത്രി 1-ാം ദിവസം രാത്രി പറയാ, നീ കരഞ്ഞ വിഷയങ്ങൾക്ക്, നീ ഞരങ്ങുന്ന വിഷയങ്ങൾക്ക്, നീ പതറിയ വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി നിനക്കൊരു സന്തോഷം തരാൻ, നിന്റെ വീട്ടിലൊരു ആർപ്പ് തരാൻ, നിന്റെ വീട്ടിനകത്തിലെ നിന്ന മാറ്റാൻ ഇന്ന് രാത്രി ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തു. സുനി വയനാട്
ദൈവത്തിന്റെ ആത്മാ പറയുക, അടുത്ത 6 ദിവസവും നീ ഇതേപോലെ ഇരുന്ന് വചനം പറയാമെങ്കിൽ, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ, നിന്റെ വീട്ടിനകത്ത് ചില സന്തോഷത്തിന്റെ വാർത്തകൾ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുതരുന്നത് കാണുന്നു. വളരെ ഭാരപ്പെട്ട ഇന്നിരിക്കുന്നത് സഹോദരി സുനി. എന്നാൽ ഈ വചനം ഏറ്റെടുത്താൽ നിന്റെ വീട്ടിനകത്ത് സ്തോത്രം, ദൈവം ഒരു സന്തോഷത്തിന്റെ വാർത്ത അയക്കുന്നത് പരിശുദ്ധി ആത്മാവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വീണ്ടും പറയാം, ഉപവാസത്തിന് മുമ്പ് കണ്ണുനീരായിരുന്നെങ്കിൽ ഉപവാസത്തിന് ശേഷം ഒരു പുരിയും എന്ന ഉത്സവം ദൈവം അവർക്ക് കൊടുത്തെങ്കിൽ, ദൈവം സ്വസ്ഥതയുടെ, ദൈവം വീണ്ടെടുപ്പിന്റെ, ദൈവം സന്തോഷത്തിന്റെ ദൈവമാണെന്ന് പറഞ്ഞ് ഒരു പുരീമിന്റെ ഉത്സവം കൊടുത്തെങ്കിൽ, ഉപവാസത്തിന് മുമ്പ് മോർദെഖായി പട്ടണത്തിന് വാതിൽക്കൽ കിടന്ന് കരഞ്ഞെങ്കിൽ, ഉപവാസത്തിന് ശേഷം രണ്ടാമനായി അകത്ത് അധികാരത്തോടെ ദൈവം അവനെ മാറ്റിയെങ്കിൽ, കേൾക്കാമെങ്കിൽ കേട്ടോ, ഉപവാസം ഒരു വിടുതലായിരിക്കും. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് പോയതുപോലെ ഈ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ അവർ അടിച്ചു കയറും, തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കുമെന്ന് പറഞ്ഞ ഒരു കാത്തിരിപ്പാകട്ടെ. ഇനിയുള്ള 6 ദിവസം ശക്തിയെ പുതുക്കുന്ന, ചില ഓട്ടങ്ങളിലേക്ക് ഇറങ്ങുന്ന, ചില വഴികളെ തുറക്കുന്ന ഒരു ഉപവാസമായി. ഇന്നിത് നോർമൽ ഉപവാസമായി കയറിയെങ്കിൽ, ഇന്നത്തെ ഈ വചനം വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ശക്തമായി ഉപവാസം കൊണ്ടും മുന്നേറുന്നു എങ്കിൽ, ഇന്ന് രാത്രികാലം യോവേലിന്റെ ഉപവാസം അവർക്കൊരു വിടുതലായെങ്കിൽ, യഹോശാഫാത്തിന്റെ ഉപവാസം അവർക്കൊരു ജയമായെങ്കിൽ, നെഹമ്യാവിന്റെ ഉപവാസം ഒരു സ്തോത്രം മതിൽ പണിയായെങ്കിൽ, പൗലോസിന്റെ ഉപവാസം കണ്ണിന്റെ ചെതുമ്പൽ വീണ് പുറത്തു വരാൻ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഈ 6 ദിവസത്തെ ഉപവാസത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമാകട്ടെ. നല്ല പിതാവേ സ്വർഗസ്ഥനെ, നിന്റെ ദാസിക്ക് കൊടുത്തിരിക്കുന്ന ആ വെളിപ്പാടിനായി സ്തോത്രം. നിന്റെ മകളോട് ചേർന്ന് ഇപ്പോൾ 61 പേരും ഇടയ്ക്ക് വന്ന് കേട്ടുപോയ കുടുംബങ്ങളെ ഞാൻ പ്രാർത്ഥിച്ച് കൈമാറുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് ചില മലകളെ മാറ്റുവാൻ പറ്റും. വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് ചില രോഗശക്തികളുടെ മേൽ ജയമെടുക്കാൻ പറ്റും. വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് ചില റോമിൽ എത്തിയതുപോലെ എത്താൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്തിൽ ഇരിക്കുന്നവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. 2, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വെറും ചടങ്ങാകാതെ അതൊരു കൂട്ടായ്മ ബന്ധമായി, പിതാവിനോടും പുത്രനോടുമുള്ള ബന്ധവും പരിശുദ്ധാത്മാവിലുള്ള ചലനങ്ങളുമാക്കി ഞങ്ങളുടെ പ്രാർത്ഥനാ മുറികളെ മാറ്റണമേ. പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടല്ലോ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് രാവിലെയും വൈകിട്ട് ഉപവാസത്തിൽ പ്രാർത്ഥനയുടെ ശക്തി കൂടട്ടെ. ഇതിനകത്ത് ശക്തമായ ആരാധന വെളിപ്പെടട്ടെ. 3ാമത് ഞങ്ങളെ കേൾപ്പിച്ചു ഉപവാസം. കർത്താവെ, വിശ്വാസവും പ്രാർത്ഥനയും ഉപവാസവും ചേർന്നാൽ മലകൾ നീങ്ങുമെന്നും പോയ ശക്തികൾ മടക്കി കിട്ടുമെന്നും ഞങ്ങൾ ആള് മാറിയവരെ പോലെയാകുമെന്നും ഞങ്ങൾക്ക് ദൈവത്തിന്റെ മറുപടി കാണാൻ കഴിയുമെന്നും ഇന്ന് കേൾപ്പിച്ച് വചനത്തെ പ്രാർത്ഥിച്ച് മുദ്രയിടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ ഈ വചനം അടുത്ത 6 ദിവസവും ഈ 3 വാക്കുകൾ ഇവരുടെ അകത്ത് ചലിക്കട്ടെ. വിശ്വാസത്തോടുകൂടി ഉപവാസം, വിശ്വസിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്ന ഉപവാസവും, വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഉപവാസം വളരെ ഫലങ്ങളെ കൊടുക്കുമെന്ന് അങ്ങയുടെ തിരുവായിക്കൂടെ പറഞ്ഞ ദൂത് വചനം ഞാൻ ജനത്തിന് കൈമാറുമ്പോൾ ഇതിവരുടെ ഹൃദയത്തിനകത്തിൽ പറ്റിയിരുന്നു കൊണ്ട് ഈ 6 ദിവസവും അങ്ങനെ ചെയ്ത് രാവും പകലും പ്രാർത്ഥിച്ച് അനേകം സാക്ഷ്യങ്ങൾ പ്രാപിക്കേണ്ടതിന് ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാ രോഗശക്തികളുടെ മേലും ഇന്ന് രാത്രി കർത്താവ് തൊട്ട് സൗഖ്യം കൊടുക്കണമേ. വിവാഹങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. തലമുറകളുടെ കെട്ടപ്പെട്ട വഴികൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയവർ ഇന്ന് രാത്രി ബലപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില വസ്തു സംബന്ധമായ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന് കരം ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരു ഭവനം ഇല്ലാതെ വാടക വീട്ടിൽ കഴിയുന്നവർക്ക് ദൈവം വഴി തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കടഭാരത്തിൽ കർത്താവെ തകർന്നു പോയവർ ഇന്ന് രാത്രി വചനത്തിൽ കൂടെ കർത്താവിൻ്റെ അടുത്ത് മടങ്ങി വന്ന വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ എടുത്ത് നിലനിൽക്കട്ടെ. കർത്താവെ, ഈ ഉപവാസ പ്രാർത്ഥന കേവലം ഭൗതികമായ വിടുതലുകൾ മാത്രമല്ല, ആത്മീക വളർച്ചകളും കർത്താവെ ഇന്നത്തെ വചനം കൊണ്ട് കർത്താവെ സ്തോത്രം നന്നായി പ്രാർത്ഥിക്കുന്നവരായി, ഭേദങ്ങളെ തിരിച്ചറിയുന്നവരായി, ദൈവഹിതം തിരിച്ചറിയുന്നവരായി, വചനം വായിക്കാൻ മടിപ്പില്ലാത്തവരായി, പാപത്തെ ജയിക്കുന്നവരായി, കർത്താവിന്റെ വരവിൽ ഇതിനകത്തിലിരിക്കുന്ന ഒരാൾ പോലും തള്ളപ്പെടാതെ ശക്തിയും വിശ്വാസത്താലും ജീവിച്ചുകൊണ്ട് നല്ല പോർപ്പൊരുതി ഓട്ടം തികയ്ക്കുവാൻ കൃപ കൊടുക്കണം. ഈ സൂമനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ, ആമേൻ. കർത്താവ് ഞങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേക സാക്ഷ്യങ്ങൾ ഈ വചനത്തിൽ കൂടെ നിങ്ങൾക്ക് നൽകി തരട്ടെ. പ്രിയ കർത്തൃദാസിയെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വല്ലപ്പോഴുമൊക്കെ ഓർക്കണമേ എന്ന് പ്രാർത്ഥന ചോദിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.